ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പ്രവാചകനായി ഞാൻ പറയുന്നു, ഈ 3 ദിവസങ്ങളിൽ ഭാവി, പ്രിയരെ, ഭാവി, ഈ ലോകത്തിന്റെ ഭാവി അത് ഒരിക്കലും ശോഭനമായിരിക്കില്ല എന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ രാജ്യം എത്ര വികസിച്ചതായതാലും, എത്രയധികം ശാസ്ത്രം വളർന്നാലും, വിദ്യാഭ്യാസം, മെഡിക്കൽ ലോകങ്ങൾ എല്ലാം വികസിച്ചു എന്ന് പറഞ്ഞാലും, ഞാൻ പറയട്ടെ, ലോകത്തിന് ഇത് ഇനി അന്ധകാരം നിറഞ്ഞതായിരിക്കും, ദുഃഖം നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് വെള്ളപ്പൊക്കങ്ങൾ വരും, മഴ, ശത്രുവിന്റെ കാറ്റ് ഈ ലോകത്തെ തകർക്കുവാൻ വേണ്ടി. യേശു പറഞ്ഞു, ആ ബുദ്ധിമാനായ മനുഷ്യനെ പോലെ അവൻ തന്റെ ജീവനെ അവൻ പാറമേൽ പഴിയും. എന്താണ് അവൻ പാറയെക്കുറിച്ച് പറഞ്ഞത്? അവന്റെ വചനമാണ് പാറ. എന്താണ് അവന്റെ വചനം? അവൻ പറഞ്ഞു, എന്റെ ഉപദേശം അത് എന്നിൽ നിന്നുള്ളതല്ല, എന്റെ പിതാവിൽ നിന്നുള്ളതാണ്. അവൻ പറഞ്ഞു, എന്റെ പിതാവ് അവൻ എന്താണ് പറയേണ്ടതെന്നും എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ സാധാരണ സംഭാഷണം പോലും അത് നിങ്ങളുടെ ആത്മാവിൽ നിന്നായിരിക്കണം. വാവ്, എന്തെന്നുള്ള അനുഗ്രഹം പ്രിയരെ. അതുകൊണ്ട് ആത്മാവും ആത്മാവിൽ തമ്മിൽ ബന്ധപ്പെടുന്ന ആളുകൾ, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായി മാറുന്നു. എന്താ സംഭവിക്കുക? നിങ്ങൾ പണിയപ്പെടും, നിങ്ങളുടെ വിശ്വാസം പണിയപ്പെടും. എല്ലാ ദിവസവും നിങ്ങളുടെ വിശ്വാസം വളരും. കഴിഞ്ഞ വർഷം ഞാൻ ദൈവത്തെ സ്നേഹിച്ചു ഇത്രയധികം, പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ അവനെ ദിനവും അധികമായി സ്നേഹിക്കുന്നു. അതൊരു പാട്ടല്ല, അത് നിങ്ങളുടെ ജീവിതമായി മാറും. കഴിഞ്ഞ വർഷം എൻ്റെ വിശുദ്ധിയുടെ നിലവാരം അത് പകുതിയായിരുന്നു, പക്ഷെ 1 വർഷം കൊണ്ട് ഞാൻ അധികം വിശുദ്ധിയിലേക്ക് വന്നു. അതായിരിക്കണം ക്രിസ്തീയ ജീവിതം. നിങ്ങൾ വിശുദ്ധിയിൽ വളർന്നില്ല എങ്കിൽ, നിങ്ങൾ ആ വിശപ്പിൽ വളർന്നില്ലെങ്കിൽ, ആ ദാഹത്തിൽ വളർന്നില്ലെങ്കിൽ, ദൈവത്തിനെ കുറിച്ച് നിങ്ങൾ അതിൽ വളർന്നില്ലെങ്കിൽ, കൂടുതൽ 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 ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ, ഓ കർത്താവേ, എന്നെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ കർത്താവേ, ഞാൻ അധികം അങ്ങയിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ഞാൻ മണിക്കൂറുകൾ വേദപുസ്തകം വായിച്ചിരുന്നു. എനിക്ക് വേദപുസ്തകം മനസ്സിലായിട്ടില്ലായിരുന്നു. ലേവ്യ പുസ്തകം എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ വീണ്ടും 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 വായിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ആത്മാവ് ആനന്ദം കൊണ്ട് തുള്ളിയിട്ടുണ്ട്. അതാണ് ആത്മാവിനുള്ള സംഭാഷണം. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ പിശാച് അവന്റെ ഏറ്റവും അധികം ശ്രമിച്ചു. അവൻ വെള്ളപ്പൊക്കങ്ങൾ വന്നു, സുനാമി വന്നു, എത്രയധികം പ്രശ്നങ്ങൾ, എത്രയധികം കഷ്ടതകൾ. ക്രിസ്തീയ ജീവിതം അതൊരു യുദ്ധമാണ്. ശുശ്രൂഷ അതൊരു യുദ്ധമാണ്. ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല, വേദപുസ്തകം പറയുന്നു. അത് നമ്മൾ യുദ്ധം ചെയ്യുന്നു. അത് നമ്മൾ യുദ്ധം ചെയ്യുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി ചെയ്യുന്നത് പോലെയാണ്. പക്ഷേ നമ്മൾ ജഡരക്തങ്ങളോടല്ല. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ അത് ഒരു മനുഷ്യരുടെയും കയ്യിലല്ല. അവൻ കാരണം ഞാൻ വളർന്നില്ല, അങ്ങനെയല്ല. അവൻ എൻ്റെ ശുശ്രൂഷ തടസ്സപ്പെടുത്തി, അങ്ങനെയല്ല. ആ കുടുംബമാണ് എൻ്റെ കുടുംബം സമൃദ്ധിയിൽ വരാത്തതിന് കാരണം, അങ്ങനെയല്ല. അല്ല, വേദപുസ്തകം പറയുന്നു, നമ്മുടെ പോരാട്ടമോ ജഡരക്തങ്ങളോടല്ല. അതിൻ്റെ അർത്ഥം, നിങ്ങൾ എന്താണ് പുറമേ കാണുന്നത്, മനുഷ്യരെ കാണുന്നത്, നമ്മൾ ഒരിക്കലും ആത്മീയ സത്യങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യതയോ അനുഗ്രഹമോ അവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ല. വേദപുസ്തകം പറയുന്നു, അത് ആത്മാവ്. വേദപുസ്തകം അതിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ പോരാട്ടം വാഴ്ചകളോട്. വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, എല്ലാ രാജ്യങ്ങളും, എല്ലാ കുടുംബങ്ങളും, എല്ലാ മേഖലകളും അത് നിയന്ത്രിക്കുന്നത് അന്ധകാരത്തിന്റെ ലോകാധിപതികളാണ്. അവരാണ് ഭരിക്കുന്നത്.
മനുഷ്യർ, ആ ഭരിക്കുന്നവർ, മനുഷ്യരായിരിക്കുന്ന അധികാരികളെല്ലാം ഈ പിശാചുക്കളുടെ കയ്യിൽ കളിപ്പാവകളെ പോലെയാണ്. ഇതെല്ലാം അവരുടെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ അതിൽ ഏറ്റവും ഉയരത്തിലായിരിക്കുന്നു. അവർ പൈശാചിക ആത്മാക്കളാകുന്നു. വേദപുസ്തകം പറയുന്നു, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, മനസ്സിലാക്കുക, ഈ ലോകം അന്ധകാരം നിറഞ്ഞതാണ്. നിങ്ങളിത് അറിയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊടുങ്കാറ്റ് വരും, വലിയ കാറ്റുകൾ വർദ്ധിക്കും. 2021 നിങ്ങൾ ലോകം വളരെ ശോഭിക്കുന്നതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് വീണ്ടും അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കും ഭയത്തിലേക്കും നീചത്തിലേക്കും. യേശു പറഞ്ഞു, മഴ വരും, കൊടുങ്കാറ്റടിക്കും, തിരമാല അടിച്ചൊരു, പക്ഷേ ആ വീട്, ആ കുടുംബം, ശുശ്രൂഷ, അത് ദൈവത്തിന്റെ വചനത്തിൽ മേൽ പണിയപ്പെട്ടത്. ആ ആത്മാവ്, ആ ജീവൻ, ആത്മാവുള്ള സംഭാഷണം, ആ വെളിപ്പാട്, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് എല്ലാം വന്ന് അടിച്ചേക്കാം, പക്ഷെ അത് നിൽക്കും. വലിയ സുനാമി വന്നതിന് ശേഷം എല്ലായിടത്തും വീടുകൾ തകർക്കപ്പെട്ടു. പക്ഷേ ആ സ്ത്രീ, ആ പുരുഷൻ ദൈവവചനത്തിൽ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടത്, അവൻ നിലനിൽക്കും. ആളുകൾ പറയും, എന്താ സംഭവിച്ചത്? എല്ലായിടത്തും കെട്ടിടങ്ങൾ തകർന്നു, പക്ഷേ ഈ കെട്ടിടം നിലനിൽക്കുന്നുവല്ലോ. അത് നിങ്ങൾക്കറിയാമോ? ആളുകൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ ആ തീച്ചുള 7 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെ നെബൂഖദ്നേസർ എന്താ ചെയ്തത്? അത് അധികമായി വർദ്ധിപ്പിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോ അവരതിനെ ഇടുവാൻ തീരുമാനിച്ചു. 7 ഇരട്ടി ചൂടുള്ളത്. അത് ആ രാജാവിന്റെ ഉഗ്ര കോപമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യം മുഴുവൻ അവിടെ ഒന്നിച്ചുകൂടി. വലിയ അധികാരികൾ, എല്ലാ പ്രധാന സ്ഥാനം വഹിക്കുന്നവർ, രാജാക്കന്മാർ, അധികാരികൾ, മന്ത്രവാദികൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ആ 3 പേരെയും ആ തീയിലേക്ക് ഇട്ടു. വേദപുസ്തകം പറയുന്നു, വലിയ ഉഗ്രന്മാരായ ആളുകൾ ഈ 3 പേരെ വഹിച്ചുകൊണ്ട് അതിനകത്തേക്ക് ഇടുവാൻ പോയി. അവർ ആ തീച്ചൂളയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ അതിലേക്ക് ചാടിയില്ല. അവർ ഈ 3 പേരെ എടുത്തെറിഞ്ഞു, കുറച്ച് ദൂരെ നിന്നുകൊണ്ട്. കാരണം 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ച തീച്ചൂള. ഈ ഉഗ്രന്മാർ എന്ത് ചെയ്തെന്നറിയോ? അവർക്ക് നല്ല ജ്ഞാനികളായിരുന്നു. അവർ അടുത്തേക്ക് പോയില്ല. പക്ഷേ അവർ ഈ 3 പേരെയും അതിനകത്തേക്ക് എറിഞ്ഞപ്പോൾ അവര് വരെ കത്തിപ്പോയി. പക്ഷേ ശദ്രക്, മേശക്, അബേദ്നഗോ അവരെ ആ തീച്ചൂളയിൽ എറിയപ്പെട്ടപ്പോഴും അവരവിടെ ഒരു ജാഥയ്ക്ക് പോകുന്നത് പോലെ പോയത്. അവർ നടന്നു, അവർ അതിലൂടെ പോയി, അവരവിടെ ഇരുന്ന് ചിരിച്ചു. രാജാവ് അത് കണ്ടു. എന്റെ പ്രിയരെ, ഇതാണ് ഈ അന്ത്യനാളുകൾ സംഭവിക്കാൻ പോകുന്നത്. ശത്രു ആ തീച്ചൂള ഇരട്ടിപ്പിക്കും. ആളുകൾ അതിന്റെ പാവപ്പെട്ട ഇരകളായിത്തീരും. ഞാൻ പറയട്ടെ, അത് ഈറ്റുനോവിന്റെ ആരംഭമാകുന്നു. മത്തായി 24 പറയുന്നു, അവസാന നാളുകൾ ഇത് സംഭവിക്കും. ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രവചനം എന്തിനാ? അത് സംഭവിക്കും. ദൈവം പറഞ്ഞു, മഹാമാരികൾ, പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ. അവൻ പറഞ്ഞു, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ആളുകളെ വഞ്ചിക്കുന്നത്. ഒരുപാട് പേര് വഞ്ചിതരാകും. ഒരുപാട് വിശ്വാസികളുടെ സ്നേഹം അവർ ദൈവമായിട്ട് ചേർന്ന് അടുപ്പത്തിൽ നടക്കുന്നില്ല എങ്കിൽ, അവർ ക്രിസ്തീയ ജീവിതം ഗൗരവമായി എടുക്കുന്നില്ല എങ്കിൽ, അവർ ശുശ്രൂഷയിൽ കളിച്ചുകൊണ്ടിരുന്നാൽ പലരുടെയും സ്നേഹം, ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം, അന്യോന്യമുള്ള സ്നേഹം തണുത്തു പോകും. അതാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷേ യേശു പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്കാത്തവൻ, ആത്മാവിൽ കേൾക്കാത്തവൻ, യേശു പറഞ്ഞു, ചെവിയുള്ളവൻ സഭകളോട് എന്താണ് ആത്മാവ് പറയുന്നതെന്ന് കേൾക്കട്ടെ.
അതിന്റെ അർത്ഥം to hear what the Holy Spirit, പരിശുദ്ധാത്മാവ് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ, hear what God is talking to his ദൈവം തന്റെ മക്കളോട് ദൈവവചനത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ, തന്റെ ദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. ഈ ശാരീരികമായിട്ടുള്ള കാത് അതിന് മതിയാകുകയില്ല. ears, meaning ചെവിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ടുള്ള ചെവി, ആത്മീകമായ കാത് തുറക്കപ്പെട്ടവൻ, അവർ കേൾക്കട്ടെ. അതൊരു തെരഞ്ഞെടുപ്പാണ് പ്രിയരെ, അതൊരു തെരഞ്ഞെടുപ്പാണ്. യേശു പറഞ്ഞു, എൻ്റെ ശബ്ദം കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നവൻ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വചനം പരിശീലിക്കണമെങ്കിൽ, നിങ്ങൾ വചനം അനുസരിക്കണമെങ്കിൽ, if you want to നിങ്ങൾ വചനം ചെയ്യണമെങ്കിൽ, അത് വെറുതെ വായിക്കുന്നതല്ല, not expository, അതെന്തെങ്കിലും പ്രകടമാക്കുവാൻ വേണ്ടിയുള്ള വചന പ്രഘോഷണമല്ല, അത് ചുമ്മാ വെറുതെ കേൾക്കുന്നതല്ല, അത് ചെയ്യുന്നതാണ്. നിങ്ങൾ കേൾക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ വചനം ചെയ്യും, നിങ്ങൾ വചനത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതെങ്ങനെ സാധിക്കും? അത് സാധ്യമാകും ഒരിക്കൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളുടെ ആത്മീക കാതുകൾ, അത് ദൈവത്തിന്റെ ആ and your spirit രഹസ്യം പറയുന്നത് കേൾക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ഹൃദയം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അത് begin to work നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആ വചനം ഫലം പുറപ്പെടുവിപ്പിക്കും. ദയവായി മനസ്സിലാക്കുക, I speak ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, he that don't listen എന്നെ കേൾക്കാത്തവൻ, എന്റെ വചനം ചെയ്യാത്തവൻ, അവൻ തന്റെ ഭവനം on the അവൻ മണലിൽ പണിയുന്നു. on the അവൻ മണലിൽ പണിയുന്നു. എന്താ സംഭവിച്ചത്? അതേ മഴ, the same അതേ സുനാമി, the same അതേ ഉപദ്രവം, the same evil. അതേ ദുഷ്ടൻ It hits a rocky, അവൻ പാറമേലും അടിച്ചു, it destroys a sand. അവൻ മണലിൽ പണിത കെട്ടിടത്തിലും അടിച്ചു. Unbelievers, tribulation is വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഉപദ്രവം ഒരുപോലെയാണ്. രണ്ടുപേരെ ശത്രു ആക്രമിക്കുന്നു. അവൻ അത്ര ഉഗ്രകോപത്തോടെ, പക്ഷേ തന്റെ വീട്, തന്റെ ജീവിതം ദൈവവചനത്തിൽ പണിതവൻ, revelation. ആ വെളിപ്പാടിന്റെ വചനത്തിൽ പണിതവൻ, Who knows the author? എഴുത്തുകാരനെ വളരെ അടുപ്പത്തിൽ അറിയുന്നവൻ, Day by day, ദിനംതോറും ആ രചയിതാവുമായിട്ട് നടക്കുന്നവൻ, അവന്റെ പുസ്തകത്തെ വായിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും സംഭവിക്കുകയില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, was not affected. അവർക്ക് ഒന്നും സംഭവിച്ചില്ല. രാജാവ് അവരെ നോക്കി, അവൻ പറഞ്ഞു, ഹേ, അവന് സംശയമുണ്ടായിരുന്നു, നമ്മൾ 3 പേരെയാണോ 4 പേരെയാണോ എറിഞ്ഞത്? അങ്ങനെയുള്ള സമയം വരും. The way God does, ദൈവം അത്ഭുതം ചെയ്യുന്ന വഴികൾ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, അത് the nation leader, ദേശത്തിന്റെ അധികാരികളെ അതിശയിപ്പിക്കും. എന്താ സംഭവിച്ചത്? everybody knows, the whole എല്ലാവർക്കും അറിയായിരുന്നു, ലോകം മുഴുവൻ ഉള്ളവർക്ക് അറിയായിരുന്നു. carry the ആ ഉഗ്രന്മാർക്ക് പോലും അവരെ കൊണ്ടുപോകാൻ കഴിയില്ല, അവർ കത്തിയമർന്നു. അത് അത്രയും വ്യക്തമായിരുന്നു പ്രിയരെ. നെബൂഖദ്നേസർ പറഞ്ഞു, ഹേ, നമ്മൾ 3 പേരെയല്ല എറിഞ്ഞത്, അതോ 4 പേരെയോ? അവർ പറഞ്ഞു, യജമാനനെ, അതേ 3 പേരെയാണ്. I saw അവൻ പറഞ്ഞു, ഞാൻ കണ്ടു. another മറ്റൊരു മനുഷ്യനെ അവരോടുകൂടെ നടക്കുന്നത്. അവൻ the son of ദൈവപുത്രനെ പോലെ, ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. when God's word is നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനമുള്ളപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ my എന്റെ വചനം abide. നിങ്ങളിൽ വസിക്കും. Whatever നിങ്ങൾ എന്തെല്ലാം പറയുന്നുവോ, one, ഒരു കാര്യം, ക്രിസ്തു the son of ദൈവപുത്രൻ, അവൻ നിങ്ങളുടെ ആത്മാവിൽ ജീവിക്കുന്നു, in your ear. നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ജീവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അകത്ത് You are the son. നിങ്ങൾ ദൈവപുത്രനാണ്, നിങ്ങളൊരു ദൈവമാണ്. അകത്ത്, Don't miss it. എന്നെ തെറ്റിദ്ധരിക്കരുതേ, Out, പുറമേ son of നിങ്ങളൊരു മനുഷ്യപുത്രനാണ്.
എസെക്യ ഫ്രാൻസിസ്, നിങ്ങൾ കാണുന്ന എസെക്യ ഫ്രാൻസിസ് ഒരു പുത്രനാണ്, ഒരു വ്യക്തിയുടെ, എൻ്റെ പിതാവിന്റെ മകനാണ്. മിസ്റ്റർ വരദരാജൻ son of my father. എൻ്റെ പിതാവിന്റെ മകൻ. ഞാൻ അദ്ദേഹത്തെ പോലെയാണ്. അദ്ദേഹത്തിന്റെ DNA ആണ് എനിക്കുള്ളത്, അദ്ദേഹത്തിന്റെ ജീനാണ് എനിക്കുള്ളത്, അതേ സ്വഭാവം. Sometimes even his ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും സംഭവിക്കും. അദ്ദേഹത്തിന് ആരോഗ്യമുള്ളപ്പോൾ എനിക്കും ആരോഗ്യമുണ്ട്. ഇതൊക്കെ സാധാരണമായ കാര്യങ്ങൾ. നിങ്ങൾ ഇത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ആളുകൾ അവർക്ക് will not ഒരിക്കലും in this ഈ അന്ത്യനാളുകളിൽ നിൽക്കാൻ കഴിയുകയില്ല. to make it. അത് വളരെ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. To give you good news about the ഭാവിയെക്കുറിച്ചൊരു സുവാർത്ത പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ natural നിങ്ങൾ സാധാരണ വ്യക്തികളെ കുറിച്ച് അറിയണം. വരുന്ന നാളുകളിൽ or cruel. അത് വളരെ ക്രൂരമായ ദിനമായിരിക്കും. ക്രൂരമായ ദിനം. പക്ഷേ The people who draw from the അകത്തെ മനുഷ്യൽ നിന്ന് വലിച്ചെടുക്കുന്നവൻ, Son of God ദൈവപുത്രൻ, lives in Ezekiel. എസെക്യ ഫ്രാൻസിസിൽ ജീവിക്കുന്നത് പോലെ ദൈവപുത്രൻ നിങ്ങളുടെ ശരീരത്തിലും ജീവിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ Small house. നിങ്ങൾ ജീവിക്കുന്ന ആ ചെറിയ ഭവനത്തിൽ ദൈവപുത്രൻ ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. അതാണ് രഹസ്യം. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ രഹസ്യം. Christian ക്രിസ്തീയ ജീവിതം is അത് the life ഞാൻ ജീവിക്കുക എന്നതല്ല, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുക എന്നതല്ല. ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾ എൻ്റെ കുട്ടിക്കാലത്ത് I പാടുമായിരുന്നു. live for Jesus day after day. I live for Jesus. Let come what may. I used to sing the Holy Spirit. I will obey. I live for Jesus day after day. ഞാൻ അങ്ങനെയുള്ള പാടുമായിരുന്നു കണ്ണുനീരോടുകൂടെ. In my എൻ്റെ ഉപവാസത്തിൽ ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, യേശുവുക്കാക ജീവിപ്പേനാ എന്ന വந்தாய் അഞ്ചിടേനാ ஆவியின் சத்தம் கீழ்ப்படிவே இயேசுவுக்காக ജീവിപ്പേനാ. എത്ര പ്രാവശ്യം ഞാൻ കരഞ്ഞു. പക്ഷേ ഞാൻ ജീവിച്ചോ? ഞാൻ ശ്രമിച്ചു. Was I ഞാൻ ജയാളിയായിരുന്നു. Yes. അതെ, കുറച്ച് ദിവസങ്ങൾ, Many days. പല ദിവസങ്ങൾ എനിക്കങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞില്ല. Not necessarily a filthy. ഒരു മോശമായ ജീവിതമാകണമെന്നല്ല. മറ്റുള്ളവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു ദൈവമനുഷ്യൻ. More time in ഒരുപാട് സമയം മറ്റുള്ള ദേവദാസന്മാരെ പോലെയല്ല, കണ്ണുനീരിനാണ് ഞാൻ ചെലവഴിച്ചത്. പലപ്പോഴും എനിക്ക് കണ്ണുനീരില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. എനിക്ക് ഇപ്പോഴും കണ്ണുനീരില്ലാതെ വേദപുസ്തകം വായിക്കാൻ കഴിയില്ല. എന്താ സംഭവിച്ചത്? അതെന്നെ സഹായിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ സത്യം എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയത്, എൻ്റെ ചിന്തകൾക്ക് പുതുക്കം വരുത്തിയത്, എന്നെ വിജയകരമായ പാതയിൽ നടത്തിയത്. ഞാൻ പറയുന്നില്ല ഞാൻ പൂർണ്ണനാണെന്ന്, ഞാൻ 100% ജയാളിയാണെന്ന് പറയില്ല. പക്ഷേ നിങ്ങൾ ഇതെങ്കിലും പറയണം, ഞാൻ ആ വിജയത്തിൽ നിന്ന് വിജയത്തിന്റെ പാതയിലാണ്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഞാൻ അധികമായി അടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സത്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ വെളിപ്പാട് അത് it is not I. ജീവിക്കുന്നത് ഇനി ഞാനല്ല, It's not I. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പക്ഷേ ക്രിസ്തു, The anointed അഭിഷിക്തനായവൻ, Son of ദൈവപുത്രൻ, the second person of Godhead. ദൈവത്തിൽ നോക്കിയാൽ രണ്ടാമത്തവൻ, അവൻ എന്നിൽ ജീവിക്കുന്നു. Can I? ഞാൻ നിങ്ങളോട് പറയട്ടെ, This is a Sunday. ഇത് സൺഡേ സ്കൂളിൽ പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവോ? Second person of God. ത്രിത്വത്തിലെ രണ്ടാമത്തവൻ, ത്രിത്വത്തിൽ രണ്ടാമത്തവൻ, മശിഹ, The anointed. അഭിഷിക്തനായവൻ, The one who has
all authority എല്ലാ അധികാരവുമുള്ളവൻ സ്വർഗത്തിലും in the ഭൂമിയിലും the one whose name is സകല നാമത്തെക്കാൾ ഉയർന്ന നാമമുള്ളവൻ അവൻ living. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ആത്മാവിൽ ജീവിക്കുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാമോ? അതാണ് സത്യം. When that consciousness, ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വരുമ്പോൾ you don't നിങ്ങൾ പാടുകയില്ല ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പാടില്ല. നിങ്ങൾ പാടും അവൻ എന്നിൽ ജീവിക്കുന്നു. I don't live for ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കില്ല, യേശു ദൈവം എന്നിൽ ജീവിക്കുന്നു. I don't try. ഞാൻ ഇനി ശ്രമിക്കുകയല്ല, അവൻ എന്നിൽ ജീവിക്കും. What I ഞാൻ എന്താ ചെയ്യുക? ഞാൻ അതിനെ ആശ്രയിക്കും. ഞാൻ അവനെ നോക്കും. from morning രാവും പകലും ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ. യേശു പറഞ്ഞു അത് without me. ഞാനില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നത്തിങ് എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കാൻ പറയും. അവരും ഗ്രീക്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നത്തിങ് അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലും ഒന്നുമില്ല. അപ്പോൾ അവർ ചിരിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ അതിൻ്റെ എബ്രായ ഭാഷയിൽ ഒന്നുമില്ല എന്നതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം കിട്ടി എന്ന് പറഞ്ഞു. അവർക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത്. അവരത് എഴുതിയില്ല. നിങ്ങൾക്ക് പറയട്ടെ, നിങ്ങളുടെ ചെറിയ കാര്യം പോലും നിങ്ങളുടെ ജഡത്തിൽ, In this outside നിങ്ങളുടെ ഈ പുറമെയുള്ള മനുഷ്യനിൽ there is nothing. നല്ലതായിട്ടൊന്നുമില്ല പ്രിയരെ, നല്ലതൊന്നുമില്ല. It's like a leper. അതൊരു കുഷ്ഠരോഗിയെ പോലെയാണ്. കുഷ്ഠരോഗം പിടിച്ച കൈ പോലെ, Flesh decay. നാശമാകുന്ന ജഡം പോലെ, നാറുന്നത് പോലെ, രക്തം പുറത്തു വരുന്നത് പോലെ, പഴുപ്പ് വരുന്ന കയ്യിൽ നിന്ന് ഒരു കുഷ്ഠരോഗി നിങ്ങൾക്ക് ആപ്പിൾ തന്ന്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കൊള്ള എൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കഴിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്കറിയാമോ, മനുഷ്യർ However he എത്രയധികം ശ്രമിച്ചാലും he cannot live അവന് like ദൈവത്തെ പോലെ ജീവിക്കാൻ കഴിയുകയില്ല. a small ഒരു ചെറിയ ഈച്ച, small ഒരു ചെറിയ ഉറുമ്പുകൾ even if they fast 40 days 40 ദിവസം ഉപവസിച്ചാൽ പോലും അതിന് ആനയാകാൻ കഴിയുകയില്ല. to live God's life, ദൈവത്തിന്റെ ജീവൻ ജീവിപ്പാൻ, to live Christ ക്രിസ്തുവിന്റെ ജീവിതം നയിപ്പാൻ അവൻ എന്നിലുണ്ട് എന്ന ബോധ്യത്തോടെ മാനുഷികമായി അസാധ്യമാണ്. when will you understand? നിങ്ങൾ ഇത് എപ്പോൾ മനസ്സിലാക്കും? I tried. ഞാൻ ശ്രമിച്ചു, ഞാൻ ഉപവസിച്ചു. I tell you how I broke my ഞാൻ പറയട്ടെ എങ്ങനെ എൻ്റെ ശരീരത്തെ ഞാൻ തകർത്തു എന്ന്. I was burned out. അതിൻ്റെ ഫലം ഇതായിരുന്നു, ഞാൻ മൊത്തം കത്തി അമർന്നു. എനിക്കറിയാം Cannot produce എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. branch. ഒരു കൊമ്പിനെ പോലെ യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ The branch. നിങ്ങൾ കൊമ്പുകളാകുന്നു. From me എന്നിൽ നിന്ന് എൻ്റെ ജീവൻ ആ കൊമ്പുകളിലേക്ക് പോകും. എൻ്റെ DNA, എൻ്റെ ജീൻ, my എൻ്റെ സ്വഭാവം, my pure എൻ്റെ വിശുദ്ധി, എൻ്റെ ആനന്ദം, എൻ്റെ സമാധാനം I give ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. every ഓരോ നിമിഷവും it's not going and അത് പോയി വരുന്നതല്ല. it's not 2 hours I 2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ശക്തി പ്രാപിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയി. 5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശക്തി നഷ്ടപ്പെട്ടു. again I go വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് പോയി. I have to recharge my വീണ്ടും എൻ്റെ ബാറ്ററി ഞാൻ റീചാർജ് ചെയ്യണം. അല്ല പ്രിയരെ, battery അത് ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെയല്ല. branch അത് and കൊമ്പും മുന്തിരിവള്ളിയും ഒരേ നിറം, ഒരേ ജീവിതം, ഒരേ ചെടി, ഓരോ ദിവസം വലിച്ചെടുക്കുക, ഓരോ നിമിഷം വലിച്ചെടുക്കുന്നത് ആ മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പ് വലിച്ചെടുക്കുന്നത് പോലെ. ഓ ദൈവമേ, അപ്പോൾ കൊമ്പ് എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം മാത്രം, എന്നിൽ വസിക്കുക. അതിന്റെ അർത്ഥം നിങ്ങൾ അതിലെപ്പോഴും ബോധ്യമുള്ളായിരിക്കണം. ഞാൻ നിങ്ങൾ ജീവിക്കുന്നു, I am living in you. ഞാൻ നിന്നിൽ ജീവിക്കുന്നു, എല്ലാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഉത്തരവുമായി ഞാൻ ജീവിക്കുന്നു, ഞാൻ ജയാളിയാകുന്നു. എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്, എന്നിട്ട് പരാജയപ്പെടുന്നത്? പ്രിയരെ, Can I ഞാൻ നിങ്ങളോട് പറയട്ടെ,
How am my future? നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും അണ്ണ? ഞങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും? നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഉപവാസം, Yes, we need. അതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, അതെ നമ്മൾ ഉപവസിക്കണം. I spend ഞാൻ അതിനുവേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ്? നിങ്ങളിത് മനസ്സിലാക്കണം. the Holy Spirit പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, in the coming day. വരും നാളുകളിൽ Only Son of God ദൈവപുത്രൻ മാത്രം, can അവന് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. assault ശത്രുക്കൾ മുമ്പിൽ അവന് മാത്രമേ നിൽക്കാൻ കഴിയൂ. എസ്.കെ. ഫ്രാൻസിസ് അല്ല, ഒരു ദൈവദാസനുമല്ല. the Son of God. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവപുത്രൻ അവൻ നിൽക്കുമ്പോൾ You will be standing like a building നിങ്ങൾ on the പാറമേൽ നിൽക്കുന്ന വീട് പോലെ നിൽക്കും. trust your. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ ആശ്രയിച്ചാൽ, If you trust your skillful plan, നിങ്ങളുടെ കഴിവുകളെ, താലന്തുകളെ നിങ്ങൾ ആശ്രയിച്ചാൽ, നിങ്ങളുടെ ഉപവാസത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ, you will not be able to stand നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. ക്രൂരമായ ദിനങ്ങൾ that we are going to നമ്മളത് കാണാൻ പോകുന്നു ഭാവിയിൽ. നിങ്ങൾ പറഞ്ഞേക്കാം, എസെക്കിയാ Are you prophesying? നിങ്ങൾ പ്രവചിക്കുകയാണോ? ഞാൻ പറയട്ടെ, Bible വേദപുസ്തകം is 100% accurate. കൃത്യമായിട്ടുള്ള പ്രവചനമാണ്. വേദപുസ്തകം പറയുന്നു, പത്രോസ് പറയുന്നു, I heard the voice ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു at the Mount of Transfiguration, മറുരൂപമലയിൽ. and he അവൻ said, പറയുന്നു, ഞങ്ങൾക്ക് more sure, വളരെ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ നമുക്കുണ്ട്. വളരെ ഉറപ്പുള്ള കൃത്യമായിട്ടുള്ള പ്രവചനം. മറ്റുള്ള പരിഭാഷയിൽ ഉറപ്പുള്ള പ്രവചനം. the word അതിൻ്റെ എന്താണത്? ദൈവത്തിൻ്റെ വചനം. വേദപുസ്തകം പറയുന്നു, in the last, അന്ത്യകാലത്ത്, in the last അന്ത്യകാലത്ത് perilous ദുർഘടമായ നാശകരമായ ദുർഘട സമയങ്ങൾ വരും. perilous ദുർഘട സമയങ്ങൾ, അത് വളരെ ശക്തമായ വാക്കുകളാണ്. അതിന്റെ അർത്ഥം very difficult വളരെ ബുദ്ധിമുട്ടുള്ള സമയം. അതിന്റെ അർത്ഥം human മാനുഷികമായി ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അന്ത്യനാളുകൾ, ഒരുപാട് കഷ്ടത. you know that perilous ആ നാശകരമായിട്ടുള്ള അതിന്റെ അർത്ഥം അറിയാമോ? പല സ്ഥലങ്ങളിലും വേദപുസ്തകത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. if you read Matthew 8, മത്തായി 8:28 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ the Bible വേദപുസ്തകം പറയുന്നു, when Jesus യേശു to Gennesaret, he had come to the other side of the country. ഗദരേന ദേശത്ത് വന്നപ്പോൾ, ആ ഗദരേന ദേശത്ത് വന്നപ്പോൾ അവിടെ അവൻ Two demon-possessed ഭൂതം ബാധിച്ച രണ്ടുപേരെ കണ്ടു, ഭൂതഗ്രസ്തരെ കണ്ടു. അവർ ആ ശവക്കല്ലറിൽ നിന്ന് പുറത്തു വരികയായിരുന്നു. അത് സാധാരണമായതല്ല, it's not അത് സാധാരണമായ കാര്യമല്ല. and the Bible വേദപുസ്തകം പറയുന്നു, exceedingly അവർ fierce, അത്യുഗ്രന്മാരായിരുന്നു. so that no അതുകൊണ്ട് could ആർക്കും that അതിലൂടെ കടന്നു പോകാഞ്ഞു. perilous times mean the last നാശകരമായ സമയം എന്ന് പറഞ്ഞ അന്ത്യനാളുകൾ. ഓരോ ദിവസവും നമ്മൾ അതിനോട് അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ അന്ത്യനാളുകളിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ സത്യം പറഞ്ഞ അവസാന നിമിഷങ്ങളിലാണ്. ചില ആളുകൾ പറയും minute of the അവസാന മണിക്കൂറിന്റെ അവസാന നിമിഷത്തിലാണെന്ന് പറയുന്നു. നിങ്ങളിത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും our special ഞാനൊരു പ്രത്യേകമായിട്ട് രണ്ടാം വരവിനെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ your present voice ഞാൻ ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ശബ്ദമാകുവാൻ ആഗ്രഹിക്കും, ദൈവസഭയുടെ. ഞാൻ പറയട്ടെ, let the teacher ഭാവിയെക്കുറിച്ച് ഉപദേഷ്ടാക്കന്മാരും അപ്പോസ്തലന്മാരും പറയട്ടെ. പക്ഷെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാ ക്രിസ്ത്യാനികളും അറിയണം, ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് പരിഗണിക്കണം ശാസ്ത്രം of the last ഈ അന്ത്യകാലത്തിൽ വരാനുള്ള കാര്യങ്ങൾ. in the last അപ്പോൾ അന്ത്യകാലത്ത് perilous നാശകരമായ സമയം, particularly fear വളരെയധികം ഭയാനകമായ ഭയപ്പെടുത്തുന്ന times അങ്ങനെയുള്ള സമയം വരും. daisy not kalil അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. നമ്മളെപ്പോഴും വായിക്കണം, ദുർഘട സമയങ്ങൾ വരും, വളരെ കഷ്ടപ്പെട്ടതുള്ള സമയം വരും. സത്യത്തിൽ അതിന് യഥാർത്ഥമായിട്ടുള്ള അർത്ഥം nobody അത് can ആർക്കും സഹിക്കാൻ കഴിയാത്ത, even
ആർക്കും അത് പിടിച്ചെടുക്കാൻ കഴിയാത്തത്. ഓ, എന്ത് എന്ത് In such a അങ്ങനെയുള്ള ഒരു സമയത്തേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. I believe ഞാൻ വിശ്വസിക്കുന്നത് no human, ഒരു മനുഷ്യനും no saint ഒരു വിശുദ്ധനും can survive to stand for Christ. ക്രിസ്തുവിനു വേണ്ടി ധൈര്യമായിട്ട് നിൽക്കാൻ കഴിയുകയില്ല. വേദപുസ്തകം പറയുന്നു, All those who 2 Timothy വേദപുസ്തകം പറയുന്നു 2 തിമോത്തിയോസ് 3 അധ്യായത്തിൽ chapter 3 1 മുതൽ 12, 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. know this. Paul writes to his പൗലോസ് പറയാ, അറിയുക എന്നറിയുക, നീ ഇത് മനസ്സിലാക്കുക, seriously consider നീ അത് ഗൗരവമായിട്ട് പരിഗണിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അവൻ വരുമായിരിക്കുമെന്നല്ല പറഞ്ഞത്, അവൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും വരും. ദുർഘട സമയങ്ങൾ, വളരെ ഭയാനകമായ, വളരെ നിരാശ നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, നമുക്ക് സഹിക്കാൻ കഴിയാവുന്ന, മനസ്സിലാക്കാൻ കഴിയാവുന്നതിലുപരി. അതിനുശേഷം എന്താണ് പറഞ്ഞത്? അടുത്ത വചനത്തിൽ പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളും. loving your നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് തെറ്റല്ല. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. it's not saying about hate your നിങ്ങളെ വെറുക്കണമെന്ന് പറയുന്നില്ല, അത് പിശാചിൽ നിന്ന് വരുന്നത്. നിങ്ങൾ സ്നേഹിക്കുക. ദൈവം നിങ്ങളെ ഉണ്ടാക്കി, ദൈവം നിങ്ങളെ അയച്ചു, ദൈവം നിങ്ങളെ ജീവിക്കുന്നു, special. നിങ്ങൾ ദൈവത്തിന് പ്രത്യേകതയുള്ളവർ, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. പക്ഷേ അന്ത്യകാലത്ത് വരുന്ന ആളുകൾക്ക് വരുന്ന സ്വസ്നേഹം, They have nothing അവർക്ക് ഈ ലോകത്തിൽ വേറൊന്നുമില്ല. ഞാൻ മാത്രമേ ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ, I can മറ്റുള്ളവർ ആരെയും എനിക്ക് വഞ്ചിക്കാം. explain. അതെങ്ങനെയാ വിശദീകരിക്കണം എനിക്കറിയില്ല പ്രിയരെ. മുഴുവനായിട്ട് സ്വന്തത്തിൽ മാത്രം ശ്രദ്ധ തിരിക്കുന്നവർ, ദ്രവ്യാഗ്രഹകൾ, പണത്തിന് വേണ്ടി അവർ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലും. എന്തിനു വേണ്ടി? അവർ ധനികരാകുവാൻ. അത്രയധികം മോശകരമായ നാശം പിടിച്ച സമയം. Insulting. വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, No holy. ഒരു വിശുദ്ധിയുമില്ലാത്തവർ. ഓ കർത്താവേ, നിങ്ങൾ ഇത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്ത്യ ആളുകൾ, നാശകരമായ സമയം. Word holiness. No meaning. അത് വിശുദ്ധിക്ക് ഒരു അർത്ഥം പോലും ഉണ്ടാകില്ല. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന There was a time ഒരു സമയമുണ്ടായിരുന്നു, sin between ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക പാപം പോലും വെറുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആണോട്, ഈ അന്ത്യനാളുകളിൽ റോബോട്ടിനോട് പോലും ലൈംഗിക ബന്ധത്തിലാക്കുന്നത്, എനിക്കത് സങ്കല്പിക്കാൻ കഴിയില്ല. അവർ ചിലപ്പോൾ പുതിയ പാപങ്ങൾ ഉണ്ടാക്കും. you cannot stand. ഞാൻ പറയട്ടെ, ഒരു ദൈവ മനുഷ്യൻ നിൽക്കാൻ കഴിയും. That ഞാൻ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നു, even as a man of ഒരു ദൈവദാസൻ എന്ന നിലയിൽ you will keep your നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ധൈര്യമുള്ള, വളരെയധികം എതിർപ്പുള്ള നിൽക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് കഴിയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കും. ഓ, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു, ഞാൻ ഏറ്റുപറയും, ഞാൻ എൻ്റെ പാപത്തെ ഏറ്റുപറയുന്നു, അവൻ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ വീണ്ടും ശ്രമിക്കുന്നു, ഞാൻ വീണ്ടും ഈ മരുഭൂമി യാത്രയിൽ, ഓ യേശു എന്നോട് കൂടെയുണ്ട്, ഓ ഞാൻ കഷ്ടപ്പെടണം. ആ ജീവിതം, ഞാൻ നിങ്ങളോട് പറയട്ടെ, you come to your നിങ്ങൾ ഒരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ, പൗലോസ് ജീവിച്ച നിലവാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അപ്പോസ്തലന്മാർ ജീവിച്ച നിലവാരം, not I അതിൽ who lives, പറയുന്നത് ഞാനല്ല ജീവിക്കുന്നത്, but ക്രിസ്തു lives. അവൻ എന്നിൽ ജീവിക്കുന്നു. The life that now ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ ജീവിതം, ഞാൻ ജഡത്തിൽ ജീവിക്കുന്ന ഈ ജീവിതം ഞാനല്ല ജീവിക്കുന്നത്, എന്റെ വിശ്വാസത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, പക്ഷേ that I have എന്റെ ഉള്ളിലുള്ള ദൈവപുത്രന്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നു. the holiness വിശുദ്ധി, എനിക്കുള്ള വിശുദ്ധി, is not my അത് എന്റെ വിശുദ്ധിയല്ല. I draw ഞാൻ from the holiness of Christ. എന്റെ അകത്തുള്ള ക്രിസ്തുവിൽ നിന്ന് ഞാൻ പ്രാപിച്ച വിശ്വാസമാണ്, അവിശുദ്ധിയാണ്. അതാണ് പൗലോസ് പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു, The spirit of അന്തിക്രിസ്തുവിന്റെ ആത്മാവ്, the spirit of അന്തിക്രിസ്തുവിന്റെ ആത്മാവ് everywhere. അത് ഈ ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. Already it is in
action. അതിപ്പോഴേ പ്രവൃത്തിയിലായിരിക്കുന്നു. പക്ഷെ അന്ത്യനാളുകളിൽ അന്ത്യക്രിസ്തു, Spirit. It's not ആ ആത്മാവ്, അത് ഒരു വ്യക്തിയല്ല, ആ എല്ലാ വിശുദ്ധിയെ എതിർത്ത് നിൽക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ സൃഷ്ടിയോട് എതിർത്ത് നിൽക്കുന്ന ആത്മാവ്, അത് നശിപ്പിക്കുവാൻ, കൊല്ലുവാൻ, മോഷ്ടിക്കുവാൻ, എല്ലാ മനുഷ്യരാശിയിൽ നിന്നും പിടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലായിടത്തുമുണ്ട്. അവൻ എന്താ പറയുന്നത്? 1 യോഹന്നാൻ 4, അവൻ എന്താ പറയുന്നത്? അന്ത്യക്രിസ്തുവിന്റെ ആത്മാവ് എല്ലായിടത്തുമുണ്ട്. 4:1, 2 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ആത്മാക്കളെ വിശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പലരും ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ അടുത്ത വചനം പറയുന്നു, ഇത് നാൽ നിങ്ങൾ അറിയും. ദൈവത്തിന്റെ ആത്മാവൻ ഇതിനാൽ നിങ്ങൾ അറിയും. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും, എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും, ഈ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും അന്തിക്രിസ്തുവിന്റെ ആത്മാവ് വളരെ ഉഗ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയധികം നല്ല ആദരവുള്ളവർ, ലോകത്തിലധികം പ്രശസ്തിയുള്ളവർ നോക്കി, അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയേക്കാം. പക്ഷെ അന്തിക്രിസ്തുവിന്റെ ആത്മാവ് അവരെ പൂർണ്ണമായി പിടിച്ചെടുക്കും. നിങ്ങളത് കേൾക്കും, നിങ്ങളത് അറിയുന്നു. അത് ഇപ്പോഴേ ലോകത്തിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരേ ഒരു വ്യക്തി ഈ വെല്ലുവിളിയെ നേരിടാൻ കഴിയുന്ന, അടിച്ചമർത്താൻ കഴിയുന്ന, ഈ അന്തിക്രിസ്തുവിന്റെ ആത്മാവിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നത് ആ യഥാർത്ഥ ദൈവപുത്രൻ ക്രിസ്തു ജീവിക്കുന്ന ശരീരത്തിന് മാത്രമേ കഴിയുള്ളൂ. സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് മാത്രമേ ഭൂമിയിൽ അത് കഴിയുകയുള്ളൂ. ക്രിസ്തു ആ ശരീരത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത് 1 യോഹന്നാൻ 4:4, നിങ്ങൾ ദൈവത്തിൻ്റെതാകുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. മറിയയിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന പോലെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. മറിയ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞിനാൽ ഗർഭിണിയായി. അതുപോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞാകുന്ന ക്രിസ്തുവിനെ വഹിക്കുന്നു. അവൻ നിങ്ങളുടെ യഥാർത്ഥ ആത്മീക മനുഷ്യനിൽ ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നതിനാൽ നിങ്ങൾക്ക് അതിനെല്ലാം നിങ്ങൾ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ അതിനെ ജയിക്കുമായിരിക്കുന്നത്. നിങ്ങളെ ജയിച്ചിട്ടുണ്ട്. അണ്ണാ, ഞാൻ അതിനെ ജയിച്ചില്ല, ഞാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ അതിനെ ജയിക്കേണ്ട. നിങ്ങൾ അതിനെ കാണുക. നിങ്ങളിലുള്ള ദൈവപുത്രനെ കാണുക. നിങ്ങളിലുള്ള ദൈവപുത്രനെ കാണുക. അവൻ അതിനെന്നോ ജയിച്ചിരിക്കുന്നു. അവൻ എന്താ പറയുന്ന അറിയുമോ? വാ, നമുക്ക് പോകാം, നീയും ഞാനും. നീ നിന്റെ ശരീരത്തെ തരുക, ഞാൻ അധികമായിട്ട് ജീവനെ നിനക്ക് തരും. നമ്മൾ പോകും. നമ്മൾ നിന്ന് ഒരുപാട് ദശലക്ഷക്കണക്കിന് ആത്മാക്കളെ ഈ പിശാചിന്റെ, അന്തിക്രിസ്തുവിന്റെ ഈ കൊടൂരതയിൽ നമ്മൾ രക്ഷിക്കും. നിങ്ങളിലുള്ളവൻ അവൻ ഒരുപാട് ദശലക്ഷക്കണക്കിന് പ്രാവശ്യം വലിയവനാണ്. എന്നിൽ ജീവിക്കുന്നവൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നവനേക്കാളും വലിയവനാകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് അറിയപ്പെടുന്ന സത്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളത് പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അത് കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കേട്ടു. പക്ഷേ ഇപ്പോൾ ആ സമയം വന്നു. അത് വളരെ ഗൗരവമായി എടുക്കേണ്ട സമയം. ഇപ്പോൾ അത് സമയം വന്നു. ഞാൻ എൻ്റെ മുന്തിരിവള്ളിയിൽ വസിക്കുന്നു. അവന്റെ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നു. ഏത് സമയത്തും ഞാൻ ഏറ്റുപറയുന്നു. എനിക്ക്, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ സുഹൃത്തുക്കൾ, ഇതെല്ലാം പുറത്തു നിൽക്കുന്നവരെ. പക്ഷേ
the Father, സൃഷ്ടിച്ചവൻ പിതാവായ ദൈവം, പുത്രനായ ദൈവം, the Holy പരിശുദ്ധാത്മാവാം ദൈവം, പരിശുദ്ധാത്മാവ്, അവരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ജീവിക്കുന്നത്. അവരെന്റെ ശ്വാസമാണ്, അവരെന്നിൽ ജീവിക്കുന്നു. അവരെന്റെ കണ്ണിലൂടെ കാണുന്നു, They hear through അവർ എൻ്റെ കാതിലൂടെ കേൾക്കുന്നു, they touch people through എൻ്റെ my കരത്തിലൂടെ അവർ ആളുകളെ സ്പർശിക്കുന്നു, through my എൻ്റെ കാലുകളിലൂടെ അവർ നടക്കുന്നു. I am God ഞാൻ ദൈവത്തെ വഹിക്കുന്നവൻ, I am ഞാൻ the temple, പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു, I ഞാൻ am his body. അവന്റെ ശരീരമാകുന്നു. Colossians കൊലോസ്യർ 3:4 പറയുന്നു, Christ, ക്രിസ്തു, ക്രിസ്തു who is our life, നമ്മുടെ one day will have. ജീവനാകുന്ന ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനാകും. He is my ഇപ്പോൾ life. അവൻ എൻ്റെ ജീവനാകുന്നു. Christ, ക്രിസ്തു who is എൻ്റെ ജീവനാകുന്ന ക്രിസ്തു. when I was a teenager, ശ്രദ്ധിക്കുക, ഞാൻ ഒരു കൗമാരത്തിലായിരുന്നപ്പോൾ ഞാൻ അവനെ രക്ഷകനായി സ്വീകരിച്ചു. അവർ പറഞ്ഞു, receive Jesus. നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവേ അങ്ങന്റെ രക്ഷകനാകുന്നു, ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. After some കുറച്ച് കാലത്തിന് ശേഷം I developed ഞാൻ in my എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ വളർന്നു. അതിനുശേഷം the man of God said, ദൈവദാസന്മാർ പറഞ്ഞു, അവൻ നിന്റെ accept രക്ഷകനൽ മാത്രമല്ല, അവനെ നിന്റെ കർത്താവായി സ്വീകരിക്കുക. അവൻ the Lord അവൻ of every. സകലത്തിന്, നിനക്കുള്ള സകലത്തിനും കർത്താവാകുന്നു. നിനക്കുള്ള സകലത്തിനും അവൻ കർത്താവാകുന്നു. അവനാണ് നിയന്ത്രിക്കുന്നവൻ, അവനാണ് നിന്റെ ശരീരത്തിൽ ഭരിക്കുന്നവൻ. അതുകൊണ്ട് നിന്റെ പ്രാണനെ, നിങ്ങളുടെ ബന്ധങ്ങളെ. ഞാൻ പറഞ്ഞു, ശരി കർത്താവേ, ഞാൻ നിന്നെ എൻ്റെ കർത്താവുമായി സ്വീകരിക്കുന്ന എല്ലാം നീ എടുത്തുകൊള്ളുക. അതിനുശേഷം ആരോ പറഞ്ഞു, അവൻ നിന്റെ കർത്താവ് മാത്രമല്ല, അവനെ As you are. നിന്റെ സൗഖ്യദായകനായിട്ട് സ്വീകരിക്കുക. Go be a slave ഒരിക്കലും of the earth. ഈ ലോകത്തിലുള്ള ഔഷധങ്ങളുടെ ചികിത്സാ സമ്പ്രദായത്തിന്റെ അടിമയാകരുത്. അവരത് ചെയ്യുന്നു. പക്ഷേ ഒരു ദൈവ പൈതലിന് ശരീരത്തെ സൃഷ്ടിച്ചവൻ, I created you. ഞാനാണ് നിന്റെ ശരീരത്തെ സൃഷ്ടിച്ചത്, ഞാനാണ് നിന്റെ ശ്വാസകോശത്തെ, നിന്റെ കിഡ്നിയെ, നിന്റെ ഞരമ്പുകളെ സൃഷ്ടിച്ച അതിന്റെ കേട് മാറ്റുന്നവൻ ഞാനാകട്ടെ. ഞാനാകുന്നു കർത്താവ്, That heals. നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് ഞാനാകുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, കർത്താവ് നീ എൻ്റെ സൗഖ്യദായകനാകുക. വളരെ രസകരമായ കാര്യമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എങ്ങനെ ദൈവത്തെ കാണുന്നുവോ, എങ്ങനെയാണ് നിങ്ങൾ അവനെ തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അവനെ തിരിച്ചറിയുന്നത്, How much you invite. എത്രയധികമാണ് നിങ്ങൾ അവനെ ക്ഷണിക്കുന്നത്. നിങ്ങൾ അവനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവൻ രക്ഷിക്കുന്നു. I am a saved. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ രക്ഷിക്കപ്പെട്ട പാപി എന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പാപിയായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ വീണാൽ പോലും Saint വിശുദ്ധൻ വീണു എന്നേ പറയൂ. കാരണം from നിങ്ങൾ മുകളിൽ നിന്ന് ജനിച്ചവർ. This is a basic Christian. ഇത് സാധാരണ അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതം. അതിനുശേഷം കർത്താവ് പറയുന്നു, അങ്ങനെ അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഓരോ ദിവസവും ദൈവത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ അതിന് വളരെ ശുഷ്കാന്തി ഉള്ളവരായിരിക്കും. എൻ്റെ ദൈവം എനിക്ക് ആരാണ്? ഓ, അവൻ്റെ സൗഖ്യദായകനാണ്. ഓ, അവനെന്നെ വിശുദ്ധീകരിക്കുന്നവനോ. ഓ, അവനെന്നെ ശുദ്ധീകരിക്കുന്നുവോ. വാവ്. But I want you. പക്ഷേ നിങ്ങൾ ഇതറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമം Climax. അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്. It's not easy. അവൻ നിങ്ങളുടെ സൗഖ്യദായകൻ, അവൻ നിങ്ങളുടെ രക്ഷകൻ, അവൻ നിന്റെ കർത്താവ്. കുറച്ച് ഒരു ചെറു കച്ചവടം നടത്തുന്ന, ചില്ലറ കച്ചവടം നടത്തുന്ന കട പോലെയല്ല. My very life. അവൻ നിങ്ങളുടെ ജീവിതത്തിലെ ജീവൻ, നിങ്ങളുടെ ജീവനാകുന്നു എന്നറിയണം. Our life. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു, അവൻ എൻ്റെ ജീവനാകുന്നു, ജീവിതമാകുന്നു. അവൻ എന്നിൽ ഉൽപ്പാദിപ്പിക്കുന്നവൻ, He watches. അവൻ എന്നിലൂടെ നോക്കുന്നു, അവൻ എന്നിലൂടെ നടക്കുന്നു, അവൻ അവൻ്റെ ജീവിതം എന്നിലൂടെ ചെയ്യുന്നു, അവൻ എന്നിലൂടെ ജനങ്ങളെ സൗഖ്യമാക്കുന്നു, അവൻ എൻ്റെ വിശുദ്ധിയായി മാറി. Helps me.
അവൻ എന്നെ വിശുദ്ധനാവാൻ സഹായിക്കുകയല്ല, അവൻ എന്റെ വിശുദ്ധിയായി മാറി, അവൻ എന്റെ ജ്ഞാനമായി മാറി. ഓ പ്രിയരെ, ഞാനിത് ആഗ്രഹിക്കുന്നു എങ്ങനെ പറയണമെന്ന് ഈ സത്യത്തെ ഉപദേശിക്കുവാൻ. You know what is, if I live, how many years ഞാൻ I know it എത്ര is വർഷം ഈ ലോകത്ത് ചോദിച്ചാലും എനിക്കറിയത്തില്ല, ഇതായിരിക്കും എൻ്റെ life. ജീവിത സന്ദേശം, ഇതായിരിക്കും. Whatever I ഞാൻ എന്തെല്ലാം പ്രസംഗിച്ചാലും I would like to ഞാനത് ഇത് കാണിക്കുവാൻ, ഇത് ഉപദേശിക്കുവാൻ, ജനങ്ങളെ കാണിക്കുവാൻ ഞാനായിരിക്കും. ക്രിസ്ത്യാനിയെ, നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനല്ല, ക്രിസ്തു നിന്നിലുണ്ട്. ക്രിസ്തു നിന്നിലുള്ളതാണ് ക്രിസ്ത്യൻ എന്നത്. തമിഴിൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു അവൻ, ക്രിസ്തവൻ. ഹിന്ദിയിൽ മസീഹി, you are Masihi. നീ ക്രിസ്തുവിൻ്റെത്. ഹല്ലേലൂയ. കറാബാശകാട്ട. പിന്നെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവനെ സ്വീകരിച്ചു. എൻ്റെ ജീവൻ അങ്ങിലാണ്. നിങ്ങൾ പാടും, നീ എൻ്റെ ജീവനാകും, നീയാണ് എൻ്റെ ജ്ഞാനം. അവൻ നിങ്ങളുടെ എല്ലാമായി മാറും. പിന്നെ എന്താ ചെയ്യണ്ട? നിങ്ങൾ അവനോട് നന്ദി പറയുക. എപ്പോഴെണ്ണ? എല്ലാ സമയവും അവനെ നോക്കുക. ഇതാണ് ജീവിതം പ്രിയരെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഈ സത്യം എല്ലാ സഭയും, എല്ലാ പാസ്റ്റർമാരും, എല്ലാ വിശ്വാസിയും ഇത് കാണണം. ആ അവസാന നാളുകൾ വരുന്നതനുസരിച്ച് ഒരേ ഒരു ഉത്തരം, Spirit of അന്തിക്രിസ്തുവിന്റെ ആത്മാവിനുള്ള ഉത്തരം, അത് the real യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തു അവന്റെ ജീവിതം നിങ്ങളിലൂടെ ചെയ്യുന്നു, എന്നിലൂടെ ചെയ്യുന്നു എന്നതാകുന്നു. ഇത് ഉപദേശിക്കുക, നിങ്ങളുടെ സഭയെ പഠിപ്പിക്കുക, അത് പറയുക, ജീവിക്കുക എന്നല്ല പറയുക. ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഓ നന്ദി കർത്താവേ, നീ എന്നിലുണ്ടല്ലോ, നീ എൻ്റെ ജീവനായി നന്ദി, നീ എൻ്റെ ആരോഗ്യമായതിൽ നന്ദി. നിങ്ങൾ എല്ലാം അവനായിത്തീരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു, എനിക്ക് മരിക്കുന്നത് ലാഭവും അത്രേ. ഓ എൻ്റെ കർത്താവേ, अब मैं जीवित नहीं, ओ मुझ में जीवित है. अब मैं जीवित नहीं, ओ मुझ में जीवित है. അതാണ് ക്രിസ്തീയ ജീവിതം. Your Christian life. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഈ സത്യത്തിലാണ് ആരംഭിക്കുന്നത്. Don't say, ഒരിക്കലും പറയത് അണ്ണാ ഇത് വളരെ ആഴമേറിയ സത്യമാണ്. ഇല്ല, ഇതാണ് അടിസ്ഥാനം. on which, ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പണിയുക. how to draw, എങ്ങനെയാ അധികം ക്രിസ്തുവിൽ നിന്ന് വലിച്ചെടുക്കേണ്ടത്? how to focus എങ്ങനെ more Christ in അധികം ക്രിസ്തുവുണ്ടെന്ന് എങ്ങനെ അതിൽ ശ്രദ്ധ കൊടുക്കണം? Christ will behave എങ്ങനെ in the situation I am ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ക്രിസ്തു ചെയ്യുക? if he ഇപ്പോൾ അവൻ എന്നെ നിറച്ചാൽ ആ വ്യക്തിയോട് എന്തായിരിക്കും യേശു പറയുക? എങ്ങനെ ഈ പ്രലോഭനത്തെ അവൻ മറികടക്കും? നിങ്ങൾ എപ്പോഴും ചിന്തി, ക്രിസ്തു 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 ക്രിസ്തു. He is my everything, he is my all, he is my everything, both great and small. He makes my life complete, makes everything new. He is my everything, now forevermore. ഓ എൻ്റെ പ്രിയരെ, അത് ആശ്രയിക്കുന്ന ജീവിതമാണ്. യേശുവിൽ ചായ്ഞ്ഞു ജീവിക്കുന്ന ജീവിതം, അവന്റെ ജീവിതമായിട്ട് ചേർന്ന് വസിക്കുന്ന ജീവിതം, വളരെ അടുപ്പമുള്ള കൂട്ടായ്മയാ യേശുവിനോടുള്ള ജീവിതം. നിങ്ങളും ക്രിസ്തുവും ബന്ധപ്പെട്ട് കിടക്കുന്നു. അവൻ നിങ്ങളുടെ മൂത്ത സഹോദരൻ, നിങ്ങൾ അവൻ്റെ ഇളയ സഹോദരൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ വരൻ, നിങ്ങൾ അവൻ്റെ വധു. Relation, yes, ഒരു ബന്ധം. but relation പക്ഷേ കൂട്ടായ്മയില്ലാത്ത ബന്ധം
അത് a pleasure. അതൊരു ആനന്ദമാകുകയില്ല. ഭാര്യ ഭർത്താവ് അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർ ഒന്നിച്ച് ഭക്ഷിക്കുന്നു. പക്ഷേ അവർക്ക് ആ അടുപ്പമില്ല എങ്കിൽ, അന്യോന്യം സ്നേഹമില്ലെങ്കിൽ, അന്യോന്യം സമയം ചെലവഴിക്കുന്നില്ല, ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം, ഒരുമിച്ച് സംസാരിക്കുവാൻ, പങ്കുവെക്കുവാൻ ആഗ്രഹമില്ലെങ്കിൽ അതൊരിക്കലും അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാകുകയില്ല. അവൻ നിങ്ങളിലുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞത്, എന്നിൽ വസിക്കുക, Let my എന്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം ആ പാറയിൽ, ആ വചനമാകുന്ന പാറയിൽ പണിയുക. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ. in the future ഭാവിയിൽ ദയവായി മനസ്സിലാക്കുക, there is no brighter days. ശോഭനമായിട്ടുള്ള ഒരു ദിനം ഈ ലോകത്തിനില്ല. Take it. ഇത് നിങ്ങൾ എടുക്കുക. It will be ഇത് darker. കൂടുതൽ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആകെ ബഹളങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, Panic, ഭയം, groping in darkness. ഇരുട്ടിൽ തപ്പിത്തടയുന്നത്, വഞ്ചന. That's what the അതാണ് വേദപുസ്തകം പറയുന്നത്. persecution. ഉപദ്രവം. See that. നിങ്ങളത് വീണ്ടും കാണുക. Go to 2 Timothy 2 തിമോഥെയോസിലേക്ക് വീണ്ടും പോക. chapter 3. 3 അധ്യായത്തിലേക്ക് വീണ്ടും വരാം. Men will be brutal. Why? മനുഷ്യർ Unloving. ഒരിക്കലും സ്നേഹമില്ലാത്തവർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഒരു You know what? നിയന്ത്രണമില്ലാത്തവർ. നിങ്ങൾക്കറിയാമോ, ധാർമ്മികത്വം ആകെ നഷ്ടപ്പെടും. അത് It's like ഒരു a കുതിര, without a കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ, ഒരു കപ്പൽ, without a rudder. ചുക്കാനില്ലാത്ത കപ്പൽ പോലെ, Motorbike ഒരു മോട്ടോർ ബൈക്ക്, ബ്രേക്ക് ഇല്ലാത്ത മോട്ടോർ ബൈക്ക് പോലെ. ഓ, plunge into ആളുകൾ ഇരുട്ടിലേക്ക് വഴുതി വീഴും. അത്ര ക്രൂരം. നിങ്ങൾ അത് കേൾക്കും പ്രിയരേ. human. മനുഷ്യ സ്വഭാവത്തിൽ How can they എങ്ങനെ അവർക്കത് ചെയ്യാൻ കഴിയും? അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? എൻ്റെ ഭാര്യ say about the ഭാവിയെക്കുറിച്ച് പ്രവചിച്ചു. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, written? അത് എഴുതപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. You know what? എന്താണ് എൻ്റെ ഭാര്യ പറഞ്ഞത്? ആളുകൾ ഞെട്ടിത്തരിക്കും. അത്രയധികം വഞ്ചന അത് സാധ്യമാകും. ഓ, ഞാൻ ഇങ്ങനെ ആളുകൾ ഇത്ര ക്രൂരമാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ആളുകൾ ഭ്രാന്തന്മാരെ പോലെയാകും. Despisers of good. നല്ലതിനെ വഞ്ചിക്കുന്നവർ, ചതിക്കുന്നവർ. I can go. എനിക്കങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, All who desire to live godly. ദൈവികമായി ക്രിസ്തുയേശുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് കഷ്ടം അനുഭവിക്കും. Yes. അതെ, Church will be persecuted in the life. അന്ത്യനാളുകളിൽ സഭയ്ക്ക് ഉപദ്രവമുണ്ടാകും. Anything, anyone. എന്തെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നീതിക്ക് നിൽക്കുന്നുവെങ്കിൽ, In scientific field. മെഡിക്കൽ ഫീൽഡിലായിക്കൊള്ളട്ടെ, ശാസ്ത്രലോകത്തിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആനന്ദം കണ്ടെത്തുന്ന ലോകത്തിലായിക്കൊള്ളട്ടെ, ഗവൺമെന്റ് ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ, It's not. സാറേ അത് ശരിയല്ല എന്ന് പറയുന്നവർക്കെല്ലാം ഉപദ്രവം വരും. It's like ungodly, അത് inhuman. ദൈവികമല്ലാത്ത മാനുഷിക ജീവിതം. അത് സാധാരണ ജീവിതം പോലെ അവർ പറയും, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. This is ഓ പ്രിയരെ, ഇതാണ് സമയം. like നിങ്ങൾ ദാനിയേലിനെ പോലെ നിങ്ങൾ തെളിയിക്കണം. അവനിൽ ആ വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. Son of God lives in your നിങ്ങളുടെ വിഭാഗത്തിൽ ദൈവപുത്രൻ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. is living in your hospital. ദൈവപുത്രൻ നിങ്ങളുടെ ആശുപത്രിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. Lives in your നിങ്ങളുടെ ഓഫീസിൽ ദൈവപുത്രൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ തലകുനിക്കുമോ? Will he be passive? അവൻ ഒരു സാധാരണ കുഴപ്പമില്ലാത്ത രീതിയിൽ അലസനായിട്ടിരിക്കുമോ? ഓ, നിങ്ങളത് അറിയണം. ഭാവിയിൽ വളരെ ഉശിരുള്ളവർ അവരെ നിലനിൽക്കുകയുള്ളൂ. Aggressive. വളരെ ഉഗ്രന്മാരായിരിക്കുന്നവർക്ക് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ഞാനൊരു പ്രവാചകനാണ്. ഞാൻ ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അന്ത്യനാളുകൾ, Perilous. ദുർഘട സമയങ്ങൾ, Exceedingly fierce. അത്രയധികം ഭയാനകമായ സമയം വരും, തീർച്ചയായിട്ടും വരും. Verse 13. 13-ാമത്തെ വാക്യം നിങ്ങളത് വായിക്കുക. 2 തിമോഥെയോസ് 3:13. ദുഷ്ട മനുഷ്യർ, നിങ്ങൾക്കറിയാലോ, The future evil men. ഇപ്പോൾ നിങ്ങൾക്ക് ദുഷ്ട മനുഷ്യരറിയാം. പക്ഷേ ഭാവിയിലെ ദുഷ്ട മനുഷ്യന്മാർ, മായാവികൾ,
വഞ്ചകന്മാർ. നിങ്ങൾക്ക് ആ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. അത്ര കഴിവുള്ള കപടന്മാർ. അവർ വളരും. അവർ മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് പോകും. മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് അവരെല്ലാവരെയും വഞ്ചിക്കും. പക്ഷേ നന്ദി പറയുന്നു, അവരും അവസാനം വഞ്ചിക്കപ്പെടും. അപ്പൊ എന്താണ് സംഭവിച്ചത്? അവർ പോയി, അവർ മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് പോകുന്നു. പക്ഷെ അതിനുള്ള ഉത്തരം എന്താണ്? നിങ്ങളിലുള്ള ദൈവപുത്രൻ നിങ്ങളിൽ വളരും. നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകും. അന്ത്യകാലത്തിലെ അടയാളം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, യെശയ്യാവ് 60:1, 2, 3 വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിങ്ങളുടെ ഭയത്തിൽ നിന്ന് എഴുന്നേൽക്കുക, നിങ്ങളുടെ നിരാശയിൽ നിന്ന് എഴുന്നേൽക്കുക, നിങ്ങളുടെ സംശയത്തിൽ നിന്ന് എഴുന്നേൽക്കുക, നിങ്ങൾ മനുഷ്യരാൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക, ലൗകിക ഭാരത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക. അങ്ങനെ നിങ്ങൾ പ്രകാശിക്കുക. ഒരിക്കലും പ്രാർത്ഥിക്കരുത്, കർത്താവേ പ്രകാശിക്കാനാണ് സഹായിക്കണമേ. നിങ്ങൾ പ്രകാശിക്കുക. എന്തുകൊണ്ടാണ് അവൻ പറയുന്നത്? എന്തിനാ നിങ്ങൾ എഴുന്നേൽക്കാൻ പറഞ്ഞത്? നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറഞ്ഞത്? നിന്റെ പ്രകാശം, അത് വളരെ മനോഹരമാണ്. കാരണം നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം, നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. അതിപ്പോൾ പറഞ്ഞാട്ടെ. നിങ്ങൾ എവിടെയായിരുന്നു നോക്കട്ടെ, പറയുക, എന്റെ വെളിച്ചം അത് ഉദിച്ചിരിക്കുന്നു, വന്നിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ പ്രകാശം? ആരാണ് നിങ്ങളുടെ പ്രകാശം? നിങ്ങൾക്കറിയാം ആരാണ് നിങ്ങളുടെ പ്രകാശം. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ജീവൻ, നിങ്ങളിരിക്കുന്ന ക്രിസ്തു, നിങ്ങളിൽ ജീവിക്കുന്ന ദൈവപുത്രൻ. അവൻ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ, എന്നോട് ചേരുന്നവൻ, അവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അവൻ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. എല്ലാരും പറഞ്ഞാട്ടെ, ജീവന്റെ വെളിച്ചം. എല്ലാരും പറ, ദൈവത്തിന്റെ ജീവൻ, അത് ദൈവത്തിന്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിന് വേണ്ടിയുള്ളത്. അവൻ എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 9 അവൻ പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കണം, ഞാൻ പ്രവർത്തിക്കണം. എന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തി, അവന്റെ പ്രവൃത്തി, എന്നെ അയച്ചവന്റെ പ്രവൃത്തി. എന്തിനാ? അത് പകലുള്ളിടത്തോളം ഞാൻ ചെയ്യണം. പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. യോഹന്നാൻ 9:5 പറയുന്നു. ഞാൻ പറയുന്ന എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ദിവസവും ഇത് പറയണം. നിങ്ങൾക്ക് കഴിയുന്നത് അത്ര. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നുത്തരം പറഞ്ഞു. ആമേൻ. നിങ്ങളത് പറയുക. നിങ്ങൾ ഇപ്പോൾ അത് പറയുക. എത്രത്തോളം കാലം ഞാൻ ലോകത്തിലായിരിക്കുന്നുവോ, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു അത് പറഞ്ഞു. എന്റെ ചോദ്യം, നിങ്ങൾക്കത് പറയാമോ? അതെ, നിങ്ങൾക്ക് പറയാം. എങ്ങനെയാണ്? അവൻ നിങ്ങളുടെ ജീവനായി തീരുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമായി മാറും. വളരെ ലളിതം. ലോകം വളരും അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക്. എന്നെ വിശ്വസിച്ചാട്ടെ പ്രിയരെ, ഇതെന്റെ ഹൃദയത്തിന്റെ വേദനയാണ്. എസക്കിയ പ്രസംഗിക്കുകയല്ല, എന്തെങ്കിലും പ്രസംഗിക്കുകയല്ല. എന്നിലുള്ള ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു, എൻ്റെ ജനത്തെ വിളിക്കുന്നു. എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ വെളിച്ചമാകുന്നു, ഞാൻ നിങ്ങളുടെ ജീവനാകുന്നു, വെളിച്ചമാകുന്നു. യെശയ്യാവിലേക്ക് വരാം. 60 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് ആ അധ്യായം മുഴുവൻ വായിക്കാം. വളരെ ശക്തമായ വചനങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എല്ലാരും പറഞ്ഞാട്ടെ, എൻ്റെ പ്രകാശം അത് വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും
തേജസ് എന്ന് പറഞ്ഞാൽ അത്ര ശോഭിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ ഭാരം മുഴുവൻ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നിങ്ങളിത് വിശ്വസിച്ചാൽ You will not beg. നിങ്ങൾ എന്നെ യാചിക്കുകയില്ല. You will not fast. നിങ്ങൾ ഉപവസിച്ചിട്ട് അയ്യോ ഞാൻ എഴുന്നേൽക്കണമെന്ന് പറയില്ല. നിങ്ങൾ പറയും, നന്ദി കർത്താവേ, നിന്റെ വെളിച്ചം, നിന്റെ പ്രകാശം അതെന്റെ ജീവനാകുന്നു. നിന്റെ ജീവൻ അതെന്റെ ജീവനാകുന്നു. The Bible വേദപുസ്തകം പറയുന്നു, in John യോഹന്നാൻ chapter 1 1 verse 4 വാക്യത്തിൽ, and 4 5 വാക്യങ്ങൾ, Him was life. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആര്? യേശു. in him. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. The very ആ യേശുവിന്റെ ആ ജീവിതം അത് വളരെ ശോഭിക്കുന്ന വെളിച്ചമായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ the light of ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ one question. ഒരു ചോദ്യം, അണ്ണാ Ezekiel, എസെക്കിയാ, will there be any light in the future? ഭാവിയിൽ എന്തെങ്കിലും വെളിച്ചമുണ്ടാകുമോ? Any brightness ഭാവിയിൽ ഈ ലോകത്തിൽ ശോഭനമായത് എന്തെങ്കിലും ഉണ്ടാകുമോ? അതെ. it is dark? Yes. നിങ്ങൾ പറഞ്ഞാൽ അന്ധകാരമാണ്. അതെ, ലോകം അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോകും. എത്രയധികം പ്രകാശമുണ്ടാകുന്നു അറിയാമോ? എത്രയധികം നിങ്ങൾ ആ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വെളിച്ചം ശോഭിക്കുന്നുവോ, ആ വെളിച്ചം ഈ ലോകത്തെ മൂടും. No. Now the അറിയുക, ഇപ്പോൾ ഈ ലോകത്തിന്റെ ഭാവി, ഈ ലോകത്തിന്റെ is in your പ്രകാശം അത് നിങ്ങളുടെ വെളിച്ചത്തിലായിരിക്കുന്നത്. എങ്ങനെ വ്യക്തമായിട്ട് നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയും? chapter 1 you come down. It says യോഹന്നാൻ 1 അധ്യായത്തിൽ താഴേക്കിലേക്ക് വരുമ്പോൾ ഈ വെളിച്ചം, ഈ ദൈവത്തിന്റെ ഈ ജീവൻ, ഈ വെളിച്ചം അത് എല്ലാ മനുഷ്യരിലും പ്രകാശിക്കാൻ കഴിവുള്ളത്. എത്ര ദുഷ്ടത നിറഞ്ഞായിക്കൊള്ളട്ടെ, എത്ര കപടം നിറഞ്ഞോട്ടെ, ആളുകൾ എത്ര നീചരായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളിലുള്ള ജീവൻ, ഞാൻ വഹിക്കുന്ന ആ ജീവൻ, ആ തിളങ്ങുന്ന പ്രകാശിക്കുന്ന ജീവൻ, ആ വെളിച്ചം എല്ലാവരും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളതാക്കി തീർക്കും. അപ്പോൾ ഉത്തരം എവിടെയാണ്? ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്, എന്റെ കരത്തിലാണ്, in the church of ദൈവസഭയുടെ കയ്യിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം is darker അന്ധകാരത്തിൽ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ is to be blamed. ആരെയെ കുറ്റപ്പെടുത്തേണ്ടത്? സഭയെ. യേശു പറഞ്ഞു, I am ഞാൻ വെളിച്ചമാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. and he is അവൻ പറഞ്ഞു, നിങ്ങൾ the light. ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? You understand the നിങ്ങൾക്ക് ആ ബന്ധം മനസ്സിലായോ? I can make everyone in ഈ ലോകത്തുള്ള സകലരെയും ശോഭിപ്പിക്കാൻ എനിക്ക് കഴിയും. എങ്ങനെ? നിങ്ങളിലൂടെ, through my body. എൻ്റെ ശരീരത്തിലൂടെ. ഓ എൻ്റെ കർത്താവേ, എന്തൊരു ഉത്തരവാദിത്തം. നിങ്ങൾ പറഞ്ഞിട്ട്, കർത്താവേ, Your life in നിന്റെ ജീവൻ എന്നിലുള്ളത് അതൊരു ശോഭിക്കുന്ന പ്രകാശമാണ്. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 4 അധ്യായം 4 വാക്യത്തിൽ, 4-5 വാക്യങ്ങളിൽ, Whose minds the God of this age ദൈവ പ്രതിമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ഈ ലോകത്തിന്റെ അവിശ്വാസികളുടെ മനസ്സ്, according to Ephesians എഫേസ്യർ 6. 6:12 അനുസരിച്ച് അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, They work അവർ in the dark, അവർ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നു, ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങൾ in the വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്നു. you don't work നിങ്ങൾ മറഞ്ഞ് പ്രവർത്തിക്കുകയില്ല, behind. പുറകിൽ നിന്ന് പ്രവർത്തിക്കല്. You are in the as he is light. അവൻ വെളിച്ചമാകയാൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. The God of this ഈ ലോകത്തിന്റെ പ്രഭു, ഈ ഇവിടുത്തെ അധികാരി, ഈ അന്ധകാരത്തിന്റെ ഭരണാധികാരി, ഈ അന്ധകാര സമയം. 2 Corinthians 4:4. 2 കൊരിന്ത്യർ 4:4 വരാം. the God of this age ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. Eyes മനസ്സ് കുരുടാക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ആ അന്ധകാരം വന്നിട്ട് അവരുടെ കണ്ണങ്ങ് മൂടിക്കളയും. people blind, ignorant. അറിവില്ലായ്മയിലേക്ക് ആളുകളെ ആ അന്ധകാരം കൊണ്ടുപോകും. ഞാൻ പറയട്ടെ, സത്യം My wife's എൻ്റെ ഭാര്യ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്, is the
സത്യമെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വിലമതിക്കാനാവാത്ത അവകാശമാണ്. അന്ത്യനാളുകളിൽ സത്യമുണ്ടാകിയാൽ നിങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആകെ ആശയക്കുഴപ്പമായി തീരും. പക്ഷേ നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു, അവനാണ് സത്യം. The God of this ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തെ മുഴുവൻ മനസ്സും കുരുടാക്കി. read it. വായിച്ചാട്ടെ. The God of this age has ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം, എല്ലാരും പറഞ്ഞാട്ടെ, Of the gospel of the God ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിപ്പാൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, സുവിശേഷം, ആ സുവാർത്ത, ക്രിസ്തുവിന്റെ ആ പ്രകാശം, അതാണ് വെളിച്ചം, അതാണ് മഹത്വം, അതാണ് തേജസ്. പക്ഷെ പിശാച് അവരുടെ മനസ്സ് കുരുടാക്കി. അവർക്ക് വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നു, 2 കൊരിന്ത്യർ 4:6, is the God ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. you are watching, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അത് ദൈവം who commanded light. പ്രകാശം ഉണ്ടാകുവാൻ അരുളി ചെയ്ത ദൈവം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. നിങ്ങളോട് പറഞ്ഞാട്ടെ, Which is on the fence? ഏതാണ് എതിർത്ത് നിൽക്കുന്നത്? Which is on the defense? ഏതാണ് പ്രതിരോധിക്കുന്നത്? Light വെളിച്ചമോ? is on the fence, വെളിച്ചം എതിർക്കുന്നുവോ or darkness is the അല്ലെങ്കിൽ ഇരുട്ട് എതിർക്കുന്നുവോ? Who is more? ആർക്ക് അധികം ശക്തി? ഇരുട്ടിനാണോ അതോ വെളിച്ചത്തിനോ? Imagine the whole നിങ്ങൾ auditorium is ഈ ഓഡിറ്റോറിയം മുഴുവൻ ഇരുട്ടാണെന്ന് സങ്കല്പിക്കുക. ഒരു ടോർച്ചിന്റെ വെളിച്ചം അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടാൽ will this അത് ഈ ഇരുട്ടിനെ മുഴുവൻ ഓടിക്കുകയില്ലേ? റഖബല സിക്കട്ടറബ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. was the light ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ cannot ഇരുട്ടിന് ഒരിക്കലും overpower അതിനെ ജയിക്കാൻ കഴിയില്ല. ഇരുട്ടിന് ഒരിക്കലും അതിനെ മൂടിക്കളയാൻ കഴിയില്ല. ഇരുട്ടിന് ഒരിക്കലും the power of light. വെളിച്ചത്തിന്റെ ശക്തിയെ ജയിക്കാൻ കഴിയില്ല. റബല സിഖറല കറ്റേ റിബ്രല സിഖ്രബോ തറബൽ. നിങ്ങളാണ് വെളിച്ചം. All around you, നിങ്ങളുടെ ചുറ്റും ഇരുട്ടായിക്കൊള്ളട്ടെ. ആ ഇരുട്ടിനെ ഭയപ്പെടണ്ട. നിങ്ങൾ ശോഭിക്കുമ്പോൾ ഇരുട്ട് ഓടിയേ മതിയാകൂ. റബല സിഖറ ബ്രഖല കറഖരെ ത്രേ സിഖറ ബ്രലണ്ടരെ. don't talk about that. ഇരുട്ടിനെ കുറിച്ച് സംസാരിക്കരുതേ. Don't fear. ഇരുട്ടിനെ ഭയപ്പെടരുതേ. Don't say, നിങ്ങൾ പറയരുത്, അയ്യോ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി. അയ്യോ എന്റെ പ്രിയരേ, if you read Genesis, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുകയാണെങ്കിൽ darkness ഇരുട്ട് was upon അത് the face ഈ ഭൂമിയെ മൂടിയിരുന്നു. of Genesis chapter 1. ഉൽപ്പത്തി 1-ാം അധ്യായം നിങ്ങൾക്കത് വായിക്കാം. The earth was ഭൂമി without പാഴും ശൂന്യമായിരുന്നു. ഒരു ക്രമമുണ്ടായിരുന്നില്ല. എല്ലാം ശൂന്യമായിരുന്നു. എന്തുകൊണ്ടാ ശൂന്യമായിരുന്നത്? എന്തുകൊണ്ടാ ഒന്നുമില്ലാതിരുന്നത്, പാഴായിരുന്നത്? ഇരുട്ട്. was on the face of ഇരുട്ട് ഭൂമിയെ മൂടിയിരുന്നു. the good news. പക്ഷെ സുവാർത്ത, Spirit of God ദൈവത്തിന്റെ ആത്മാവ് or the spirit of God, അല്ലെങ്കിൽ തേജസ്സിന്റെ ആത്മാവ് അല്ലെങ്കിൽ the spirit of bright light. ശോഭിക്കുന്ന പ്രകാശം നൽകുന്ന ആത്മാവ്, ആ ദൈവത്തിന്റെ ആത്മാവ് Over വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന്റെ അർത്ഥം the glory, ദൈവത്തിന്റെ the light, തേജസ്, ആ വെളിച്ചം, or അത് the power of ഇരുട്ടിന്റെ ശക്തിയേക്കാൾ എത്രയോ മുകളിലായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റഖബല സാന്ദ്രഹ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, സഭ എല്ലാ വാഴ്ചകളുടെയും എല്ലാ അധികാരത്തിന്റെ എല്ലാ കപടതയും എല്ലാ നാശകരമായ സമയത്തിന്റെ എല്ലാ അന്ധകാരത്തിന്റെ ലോകാധിപതികളുടെയും മുകളിലാണ്. എത്രയോ ഉയർത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് സഭ. നിങ്ങളത് മനസ്സിലാക്കുക. ഒരേ ഒരു പ്രത്യാശ for the humanity മനുഷ്യരാശിക്കുള്ള പ്രത്യാശ, is Christ അത് shining. ക്രിസ്തു നിങ്ങളിലൂടെ പ്രകാശിക്കുന്നു എന്നതാകുന്നു. നിങ്ങൾ എത്രയധികം പ്രകാശിക്കുന്നുവോ
അത്രയധികം ലോകം ശോഭിച്ചുകൊണ്ടേയിരിക്കും. I'm not giving you a pessimistic truth. ഞാൻ നിങ്ങൾക്ക് ശുഭാപ്തിയില്ലാത്ത സത്യമല്ല തരുന്നത്. ഓ, ലോകം നീചമായ സമയം, കഷ്ടതയുള്ള സമയം, വളരെ ഉപദ്രവമുള്ള സമയം, അങ്ങനെയല്ല. അത് നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളാണ് വെളിച്ചം. Spirit of God, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ, ദൈവപുത്രൻ, ആ ലോകത്തിന്റെ വെളിച്ചം നിങ്ങളിൽ പ്രകാശിക്കുന്നു. നിങ്ങളുടെ കണ്ണിലൂടെ, നിങ്ങളുടെ മുഖത്തിലൂടെ, നിങ്ങളുടെ കരത്തിലൂടെ, നിങ്ങളുടെ ശരീരത്തിലൂടെ, നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ, ദൈവത്തിന്റെ പുത്രൻ, അവൻ ദൈവത്തിന്റെ പുത്രൻ, അവൻ പ്രകാശിക്കുന്ന സൂര്യനാകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, SON എന്ന് പറയുന്ന പുത്രൻ എന്ന വാക്ക്, ആ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ നിങ്ങളോട് പ്രകാശിക്കുന്നത്, അവൻ SUN, സൂര്യനായി, നീതിയുടെ സൂര്യനായി പ്രകാശിക്കുന്നു. വേദപുസ്തകം പറയുന്നു, last days, Malachi, മലാക്കി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നു, 1-ാമത്തെ വാക്യം പറയുന്നു, I have so much to ഓ, നിങ്ങളോട് ഒരുപാട് പങ്കുവെക്കാൻ എനിക്കുണ്ട്. watch, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. burning like furnace, ചൂള പോലെ കത്തുന്ന ദിവസം. evil, ദുഷ്ടത, പിശാച്, തീച്ചൂള പോലെ എരിയുന്ന, all the people proud, wicked. Now you are afraid of such നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ, ഓ, അവരാണ് വലിയ ശക്തി എന്ന് പറയുന്നു, അവരെ നിങ്ങൾ ഭയപ്പെടുന്നു, അവരെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ പറയുന്നു. എല്ലാം dry grass. ചെറിയ ഉണങ്ങിപ്പോകുന്ന പുല്ല് പോലെ, ആ തീച്ചൂള പോലെയുള്ള ദിവസത്തിൽ അങ്ങനെ സംഭവിക്കും. ദൈവം പറയുന്നു, No root, ഒരു വേരും ഒരു കൊമ്പും ശേഷിച്ചിരിക്കുകയല്ല. അതൊരു സുവാർത്തയാണ്, ഒരു സുവാർത്തയാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു പറഞ്ഞു, അന്ത്യനാളുകൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഭൂകമ്പങ്ങൾ, മഹാമാരികൾ, പകർച്ചവ്യാധികൾ. അവൻ എന്താ പറഞ്ഞത്? ഭയം. അവൻ പറഞ്ഞെന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഭയമില്ല. നിങ്ങൾ the shining നിങ്ങൾ ആ പ്രകാശിക്കുന്ന നക്ഷത്രമാകുന്നു. the light of നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. among the crooked. നിങ്ങൾ ഈ വക്രതയുള്ള തലമുറയിൽ, ഫിലിപ്പിയർ 2:15 പറയുന്നു, Like the light നമ്മൾ among the crooked ഈ വക്രതയുള്ള, and perverse ഈ generation. വക്രതയുള്ള ഈ ക്രൂരമായിട്ട് തലമുറയിൽ നിങ്ങൾ അധികമായി പ്രകാശിക്കുന്നു. Gone to heaven. അപ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചം, അവൻ സ്വർഗത്തിലേക്ക് പോയി. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി അവനെ, Him as your light. നിങ്ങളുടെ ജീവനും വെളിച്ചമായിട്ട് അവനെ വഹിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? The hope പ്രതീക്ഷ, പ്രത്യാശ, for it. ഇന്ത്യക്കുള്ള പ്രതീക്ഷ, The hope for ശ്രീലങ്കയ്ക്കുള്ള പ്രത്യാശ, the hope for you യൂറോപ്പിനുള്ള പ്രത്യാശ, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ. is not any. അത് ഏതെങ്കിലും ഗവൺമെന്റ് അല്ല, അത് The church സഭ, whose life is ക്രിസ്തു ജീവനായിരിക്കുന്ന സഭ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, in Colossians കൊലോസിയർ 1:27. 1:26-27 വാക്യങ്ങൾ One of my most favorite. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത്. The rest of എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഈ വചനം എൻ്റെ പ്രധാന വചനമായിട്ട് ഞാൻ കൊണ്ടുപോകും. yes, steward പൗലോസ് പറയുന്നു, ഞാൻ അതിന് കാര്യസ്ഥനാകുന്നു. ഞാൻ അതിന് of a very ഒരു പ്രത്യേകമായ മർമ്മത്തിന് സ്ഥാനം ഞാൻ വഹിക്കുന്നു. മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം. രഹസ്യം rahasya, ഹിന്ദിയിൽ രഹസ്യ ഹേ എന്ന് പറയും. രഹസ്യ ഹേ, the mystery രഹസ്യം. which has been hidden from Adam, ആദാമിൽ നിന്ന് മറിഞ്ഞു കിടന്ന മർമ്മം ഇന്നുവരെ, from age ഒരുപാട് പൂർവ്വകാലങ്ങൾ മുതൽ, mystery which has been hidden from ages and from അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം, എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്ന അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഞാൻ പറഞ്ഞതല്ല. ദയവായി ദയവായി ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, don't take this ഈ തിരുവെഴുത്തുകൾ as just
ഒരു സാധാരണ പോലെ നിങ്ങൾ എടുക്കരുതേ, ഒരു പ്രസംഗത്തിന്റെ കുറിപ്പായിട്ട് നിങ്ങൾ എടുക്കരുതേ. അത് as if God comes. ദൈവം നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട്, എൻ്റെ പ്രിയരെ, This is the mystery. ഈ മർമ്മങ്ങളുടെ മർമ്മമാണ്. All the secrets in the Bible വേദപുസ്തകത്തിലെ സകല മർമ്മങ്ങളും into this ഈ ഒരു മർമ്മത്തിൽ, ഈ ഒരു രഹസ്യത്തിൽ മൂടിയിരിക്കുന്നു. ഇത് മറിഞ്ഞു കിടക്കായിരുന്നു, പൂർവ്വകാലങ്ങൾ, തലമുറകളായി മറിഞ്ഞു കിടക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് തുറന്നു തരുന്നു. അതെന്താണ്? my എൻ്റെ Father പിതാവ്, desire അവൻ്റെ ആഗ്രഹം is that my people should എൻ്റെ ജനം അതറിയണം. ആ മഹിമാധനം, of the glorious ആ തേജസ് നിറഞ്ഞ മർമ്മം, ഈ മർമ്മത്തിനകത്ത് ദൈവത്തിന്റെ സകല തേജസ്സുമുണ്ട്, എല്ലാ മഹിമാധനമുണ്ട്. അതെന്താണ്? Christ in you. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, എന്നിൽ ഇരിക്കുന്നു എന്നതത്രേ. എന്നെ വിശ്വസിക്കുക, This is the only ഇത് മാത്രമാണ് ആകെയുള്ള പ്രത്യാശ, ഈ ലോകത്തിനുള്ള ഏക പ്രത്യാശ. the world has no. ലോകത്തിൽ പ്രതീക്ഷകളില്ല, ഒരു തേജസ്സില്ല. The world is in dark. ലോകം ഇരുട്ടിലായിരിക്കുന്നു. They are groping in dark. അവർ വീണ്ടും ഇരുട്ടിൽ തപ്പിത്തടയുന്നു. രോഗങ്ങൾ, വ്യാധികൾ, They run. അവർ ആളുകളിലേക്ക് ഓടുന്നു. അവരെല്ലായിടത്തും ഓടുന്നു. അവർ കൊല്ലപ്പെടുന്നു. They are like sheep. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നു. The only ഒരേ ഒരു പ്രതീക്ഷ for this dark ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിന്, ഈ നാശകരമായ സമയത്ത് ഉള്ള ഒരേ ഒരു പ്രതീക്ഷ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത് അത്രേ, മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്നു എന്നതത്രേ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, the next word അടുത്ത വചനത്തിൽ അവൻ പറയുന്നു, We preach. him അവനെ നാം പ്രസംഗിക്കുന്നു. നമ്മുടെ പ്രസംഗം is not any dark. ഏതെങ്കിലും ഉപദേശമാകരുതേ, Not it we preach. അത് ആകരുത്. We don't preach. നമ്മൾ We preach അത് അല്ല പ്രസംഗിക്കുന്നത്, നമ്മൾ അവനെ പ്രസംഗിക്കുന്നു. എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു, എല്ലാവരും ഉപദേശിക്കുന്നു, എല്ലാ ജ്ഞാനത്തോടും കൂടെ. എന്താണ് ലക്ഷ്യം? Present we may നമ്മൾ every man perfect. എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ പൂർണ്ണരാക്കുവാൻ, എല്ലാവരെയും perfect in Christ. യേശു ക്രിസ്തുവിൽ പൂർണ്ണരാക്കുവാൻ. അതാണ് That's perfect. അതാണ് പൂർണ്ണത. When Christ in നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നവൻ, നിങ്ങളെ നിറയ്ക്കുമ്പോൾ become നിങ്ങളും ഞാനും നമ്മൾ ഒന്നായിത്തീരും. no more two. നമ്മൾ ഇനി ഇരുവരല്ല. Christ is my ക്രിസ്തു എൻ്റെ കണ്ണാകുന്നു, ക്രിസ്തു എൻ്റെ കരമാകുന്നു, ക്രിസ്തു എൻ്റെ കാലുകളാകുന്നു, എൻ്റെ ശരീരം മുഴുവൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. അതാണ് എൻ്റെ ജീവിതം. making every അങ്ങനെയാണ് ഓരോരുത്തരെ തികഞ്ഞവരാക്കുന്നത്. ക്രിസ്തുവിൽ, യേശുവിൽ തികഞ്ഞവരാക്കുന്നത്. അടുത്ത വാക്യത്തിൽ അതിനായി ഞാൻ ബലത്തോടെ വ്യാപരിക്കുന്ന, ഞാൻ ഈ അവസാനം വരെ, ഇതെന്റെ അവസാനമായിരിക്കുന്നു, ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എൻ്റെ ഉദ്ദേശം. ഞാനും അധ്വാനിക്കും, പോരാടിക്കൊണ്ട് According to his working, according അവന്റെ വ്യാപാര ശക്തിക്ക്, എന്നിൽ ബലത്തോടെ വ്യാപാരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനിരിക്കുന്ന ക്രിസ്തു, അവൻ എന്നെ രാവും പകലും ബലത്തോടെ പ്രവർത്തിക്കും. ഞാനും അവനോടുകൂടെ പ്രവർത്തിക്കും. സകലരെയും തികഞ്ഞവരാക്കുവാൻ, ഞാനും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ പ്രവർത്തിക്കും. be more clearer. ഇതിനേക്കാളും വ്യക്തമായിട്ട് ഇനി വേണോ നിങ്ങൾക്ക്? I thank you. I thank ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ദൈവത്തോട് നന്ദി പറയുന്നു. പക്ഷേ as you നിങ്ങളുടെ ലക്ഷ്യമാക്കി ഇത് നിങ്ങൾ മാറ്റുമോ? to present ദേ സകലരെയും തികഞ്ഞവരാക്കുവാൻ, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ നിങ്ങൾ അധ്വാനിക്കുമോ? വേദപുസ്തകം പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരും, ചിലരെ പ്രവാചകന്മാരും, ചിലരെ ഉപദേഷ്ടാക്കന്മാർ, ചിലരെ സുവിശേഷകന്മാർ, എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വിളി, ഒരു ലക്ഷ്യമുണ്ട്. all these workers എല്ലാ പ്രവർത്തികരും അവരുടേതായ മേഖലയിൽ സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നത് ആ സഭയെ വളരുവാൻ, full stage ആ ക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വളരുവാൻ വേണ്ടി അത്രേ.
അന്ത്യനാളുകൾ, darkest days, അന്ധകാരം നിറഞ്ഞ സമയങ്ങൾ, ഈ ലോകത്തിന്റെ വെളിച്ചം, hope of glory, മഹത്വത്തിന്റെ പ്രത്യാശ, gospel of glory. സുവിശേഷത്തിന്റെ പ്രത്യാശ, അതിന്റെ തേജസ്. In 2 വേദപുസ്തകം we read it little bit. 2 കൊരിന്ത്യർ നമ്മൾ വായിച്ചായിരുന്നു. 4:6 വീണ്ടും വരാം. For it is the God It's the God who commanded light to ഇരുട്ടിൽ shine നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. ശ്രദ്ധിക്കുക. before God created ദൈവം anything in ലോകത്ത് എന്തുമുണ്ടാക്കുന്നതിന് മുൻപ് ചെടികൾ, മൃഗങ്ങൾ, creeping, ഇടജാതികൾ, ഫലങ്ങൾ, everything, സകലതും, earth, ഭൂമി, heaven, സ്വർഗം, first ആദ്യം അവൻ പറഞ്ഞത് there. വെളിച്ചം ഉണ്ടാകട്ടെ എന്നാകുന്നു. When the light, വെളിച്ചം വന്നപ്പോൾ when Christ in you, നിങ്ങളിരിക്കുന്ന ക്രിസ്തു അവൻ നിങ്ങളിലൂടെ പ്രകാശിക്കുമ്പോൾ, വേദപുസ്തകം പറയുന്നു, Ephesians എഫേസ്യർ chapter 5:8 വാക്യം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. once upon a നിങ്ങൾ ഒരു സമയത്ത് you were നിങ്ങൾ ഇരുളായിരുന്നു, Mr. Dark, മിസ്റ്റർ ഇരുൾ, Mr. മിസ് ഇരുൾ. പക്ഷെ ഇപ്പോൾ You are. കർത്താവിൽ വെളിച്ചം ആകുന്നു. When you come into the നിങ്ങൾ കർത്താവിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആ വെളിച്ചത്തിലേക്ക് വന്നു. light, അവന്റെ വെളിച്ചം നിങ്ങളുടെ, അവന്റെ ജീവൻ നിങ്ങളുടെ പ്രകാശിക്കും. children, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഞാൻ കൂടെ പറയട്ടെ, നിങ്ങളില്ലാതെ നിങ്ങളുടെ പട്ടണം, നിങ്ങളുടെ ഗ്രാമം, your whole നിങ്ങളുടെ രാജ്യം അത് അത്രയധികം അന്ധകാരത്തിലാണ്. it's not electricity, വൈദ്യുതിയുടെ വെളിച്ചമല്ല, that's just natural. അത് സാധാരണ ലോകത്തുള്ളത്. It's you. പക്ഷെ നിങ്ങളാണ് യഥാർത്ഥ വെളിച്ചം. നിങ്ങളുടെ രാജ്യത്തിന്റെ വെളിച്ചം നിങ്ങളാണ്. In your whole നിങ്ങളുടെ ഗ്രാമം മുഴുവൻ the shine നിങ്ങളാണ് ആ പ്രകാശിക്കുന്ന വെളിച്ചം. നിങ്ങളാണ് ദീപസ്തംഭം. നിങ്ങൾ as a children of light വെളിച്ചത്തിന്റെ മക്കൾ എന്ന പോലെ നടപ്പിൻ. are the armor നിങ്ങൾ നോക്കുക, of light. അവൻ നിങ്ങളുടെ കൈ ആ വെളിച്ചത്തിന്റെ ആയുധമാകുന്നു. എന്റെ മുഖം വെളിച്ചത്തിന്റെ ആയുധമാകുന്നു. അടുത്ത വാക്യം, fruit of the Spirit is all സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അടുത്ത മറ്റൊരു അർത്ഥം വെളിച്ചത്തിന്റെ ഫലം. When the light shines, അപ്പോൾ വെളിച്ചം പ്രകാശിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം പുറത്തു വരും. സ്വഭാവം മാറുന്നു. അത് നിങ്ങൾ ശ്രമിക്കുന്നതല്ല. I'm saying stop ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുന്ന നിർത്തുക. and the one who lives നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നവന് ശ്രദ്ധ കൊടുക്കുക. വളരെ എളുപ്പം, അത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഞാൻ വളരെ കഠിനമായിട്ടുള്ള സത്യമല്ല പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്തു, അവൻ മർമ്മങ്ങളുടെ മർമ്മമാകുന്നു. എന്താണ് വിശുദ്ധിയുടെ രഹസ്യം? നിങ്ങളിരിക്കുന്ന ക്രിസ്തു. ശക്തിയുടെ രഹസ്യം എന്താണ്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി കേന്ദ്രം. what's the secret of എന്താണ് പ്രശോഭിക്കുന്നതിന്റെ രഹസ്യം? നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു പ്രകാശിക്കുന്നു. അവനാണ് ലോകത്തിന്റെ വെളിച്ചം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അണ്ണ, നിങ്ങളെ തന്നെ നിങ്ങൾ കാണുക, children of light? വെളിച്ചത്തിന്റെ മക്കളായി കാണുക. അവൻ പിതാവ്, നിങ്ങൾ വെളിച്ചമാകുന്നു. നിങ്ങൾ മകൻ, നിങ്ങൾ മകൾ, രണ്ടുപേരും വെളിച്ചം. അവൻ വലിയ വെളിച്ചം, നിങ്ങൾ ചെറിയ വെളിച്ചം. But when he പക്ഷെ അവൻ പ്രകാശിക്കുമ്പോൾ നിങ്ങൾ വലിയ വെളിച്ചമായി മാറുന്നു. ആമേൻ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? read it further, വീണ്ടും വായിക്കുക. finding out what is acceptable to the Lord. yeah, ഇരുട്ടിൽ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. have fellowship. ഒരിക്കലും കൂട്ടാളികളാകരുത്. എന്തിന്? നിങ്ങൾ വെളിച്ചമാകുന്നു. വെളിച്ചം വരുമ്പോൾ Darkness has ഇരുട്ട് ഓടിയേ മതിയാകൂ. live in that. ആ ഒരു അഭിമാനത്തിൽ ജീവിക്കണം. ഞാൻ വെളിച്ചമാകുന്നു, I have no connection. എനിക്ക് മറ്റ് ഇരുട്ടുമായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് സൗഹൃദമുണ്ടായിരിക്കാം, പക്ഷേ കൂട്ടായ്മയോ പങ്കുവെക്കലോ ഇല്ല. നിഷ്ഫല പ്രവർത്തികൾ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അതിന്റെ അർത്ഥം, നിങ്ങൾ അതിനെ ശാസിക്കുക. If you are in your നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലായിരിക്കുമ്പോൾ, if you are in the worst, നിങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള മേഖലയിലാണെങ്കിലും, കൈക്കൂലി, പാപം, cheating, വഞ്ചന, exploiting the innocent, നിഷ്കളങ്കരായവരെ വഞ്ചിക്കുന്നത്,
അയ്യോ ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, ഓ യേശുവിന്റെ ജീവൻ എന്നിലുണ്ട്. അങ്ങനെയല്ല, നിങ്ങളത് പുറത്ത് കാണിക്കണം, നിങ്ങൾ അവിടെ നിൽക്കണം. Say it's നിങ്ങൾ ധൈര്യത്തോടെ നിന്ന് പറയുന്നത് തെറ്റാണ്. യോഹന്നാൻ സ്നാപകനെ പോലെ you are the light. നിങ്ങൾ വെളിച്ചമാകുന്നു. Light job വെളിച്ചത്തിന്റെ പ്രവൃത്തി drive out അത് ഇരുട്ടിനെ ഓടിക്കുകയത്രേ. light വെളിച്ചം and darkness ഇരുട്ടും cannot sit on the table and ഒരേ മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? when God said ദൈവം let there be വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ the light, വെളിച്ചം വന്നു. you know what he did the first അവൻ ആദ്യം ചെയ്തത് എന്തെന്നറിയാമോ? അവൻ the day രാവും and the പകലും തമ്മിൽ വേർപിരിച്ചു. അവൻ അതിനെ വേർപിരിച്ചു. the day അവൻ രാവും പകലും തമ്മിൽ വേർപിരിച്ചു. watch it നിങ്ങളത് കാണുക. when you become Christ നിങ്ങൾ ക്രിസ്തുവിനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങൾ what he hates. അവൻ വെറുക്കുന്നതിനെ നിങ്ങളും വെറുക്കും. You take a whip, നിങ്ങളൊരു ചാട്ടയെടുത്താൽ, you take a bold നിങ്ങൾ stand. ധൈര്യത്തോടെ നിന്നാൽ, ക്രിസ്തു ധൈര്യമുള്ളവൻ, He's അവൻ righteous. നീതിമാൻ. Righteous man is bold. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ. Expose. അത് നിങ്ങൾ പുറത്ത് കാണിക്കണം, നിങ്ങൾ അതിനെ ശാസിക്കണം. അതിന്റെ 14-ാമത്തെ വാക്യം, Therefore he 5:14, says, awake, you who sleep. Awake. ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുക. Sleep. Don't be. നിങ്ങൾ ഇനി ഉറങ്ങരുത്, നിങ്ങൾ ഇതിനെ അറിവില്ലാത്തവരോ ഇരിക്കരുത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. Don't be like a dead നിങ്ങൾ ഇനി ശവശരീരം പോലെ ആയിരിക്കരുത്. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിന്റെ അർത്ഥം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആമേൻ, ഹല്ലേലൂയ. The more you നിങ്ങൾ എത്രയധികം from the ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചിരിക്കുമോ, എത്രയും നിങ്ങൾ ഇരുട്ടിനെ കാണിക്കുമോ, ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്ന എപ്പോഴും പ്രകാശമായിരിക്കുന്നു. light with നിങ്ങൾ ആ വെളിച്ചത്തെ ഒരു ബെഡ് കൊണ്ട്, ഒരു കുട്ട കൊണ്ട് മൂടിയിട്ടില്ല. എന്തിനേം കൊണ്ട് നിങ്ങൾ മൂടിയിട്ടില്ല. അത് തന്നെത്താനെ പ്രകാശിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാതെ പോലും think അതിനെക്കുറിച്ച് ചിന്തിക്കുക. after first day ഒന്നാം ദിവസത്തിന് ശേഷം let there be അവൻ light. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. But you know what? അവൻ എന്താ ചെയ്തെന്നറിയാമോ? Fourth 4-ാമത്തെ ദിവസം again he created വീണ്ടും അവൻ sun. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. And you can read, I think, from നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 1:14 മുതൽ 18 വരെ വായിക്കാം. അവൻ എന്താ പറഞ്ഞത്? let the great light, വലിയ വെളിച്ചം, ചെറിയ വെളിച്ചം, stars, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, you shine in the daytime, നീ shine in the night. രാവിൽ പ്രകാശിക്കുക, നീ പകലിൽ പ്രകാശിക്കുക, ഇരുട്ട് നിറഞ്ഞ സമയത്ത് പ്രകാശിക്കുക. My wife was crying. ഒരു ദിവസം എൻ്റെ ഭാര്യ കരയുകയായിരുന്നു. കർത്താവേ, Why you created? എന്തിനാണ് You made me to born in this ഈ അന്ധകാരം നിറഞ്ഞ ദുഷ്ട നിറഞ്ഞ സമയത്ത് എന്നെ ജനിപ്പിച്ചത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, മകളെ, It's a great. ഇത് വലിയ ഒരു അവകാശമാണ്. She couldn't understand. എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല. Darkest ഈ അന്ധകാരം നിറഞ്ഞ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുവോ, ഞാൻ പ്രകാശിക്കുന്നതോ, അതാണ് ഏറ്റവും വലിയ ആദരവ്, അഭിമാനം, അവകാശം. ദാനിയേൽ, യോസെഫ്, ഇവരെല്ലാവരും അവരെല്ലാം darkest ഇരുട്ടുള്ള നിറഞ്ഞ സമയത്താ പ്രകാശിച്ചത്. നിങ്ങളുടെ പ്രത്യേക അവകാശമാണത്. വേദപുസ്തകം പറയുന്നു, sun to rule the പകൽ വാഴുവാൻ സൂര്യനെയും moon, to rule the രാത്രി വാഴുവാൻ ചന്ദ്രനെയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? rules dark. വെളിച്ചം ഇരുളിനെ വാഴുന്നു. Your നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ വാഴുന്നു. നിങ്ങൾ വാഴുന്നു. rulers of നിങ്ങൾ അന്ധകാരത്തിന്റെ ലോകാധിപതികളുടെ മേൽ നിങ്ങൾ വാഴുന്നു. അതുകൊണ്ടാണ് ദൈവസഭ എഴുന്നേൽക്കുക, പ്രകാശിക്കുക. 2 Corinthians. 2 കൊരിന്ത്യർ വീണ്ടും വായിക്കാം, 4:6. For it is the God ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. The God ദൈവം who commanded light വെളിച്ചമുണ്ടാകുവാൻ അരുളി ചെയ്തവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് പറഞ്ഞവൻ, shining in അവൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. അവൻ വെളിച്ചം നൽകുന്നതിനായി
ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നതിനായി അവൻ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ആ വെളിച്ചം of the glory of God. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് തന്നെ 2 തിരുവെഴുത്തുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. യെശയ്യാവ് 60 വരാം. Shine. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Now, ഇപ്പോൾ God is ഓ ദൈവം വെളിച്ചിരിക്കുന്നു. അല്ല, ദൈവം നിങ്ങളുടെ ജീവനായിരിക്കുന്നു. God is your ദൈവം നിങ്ങളുടെ ജീവനാണെങ്കിൽ അവൻ നിങ്ങളുടെ വെളിച്ചമാകുന്നു. you are the light. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Not only for your നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, you are the light നിങ്ങൾ for the whole ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം. അവൻ നിങ്ങളെ as your light. വെളിച്ചമായി പ്രകാശിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ രാജ്യത്തിൽ പ്രകാശിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളുടെ വിളി. നിങ്ങൾ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. You shine for നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം തന്നെത്താനെ പ്രകാശിക്കും. and the glory of the Lord. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ തേജസ്? നിങ്ങളിരിക്കുന്ന ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശ. ആമേൻ. അടുത്ത വചനം, For behold, the അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും. പ്രവചനം. The darkness അന്ധകാരം will begin to cover അത് the ഈ ഭൂമിയെ മൂടുവാൻ തുടങ്ങും. It will cover, it will അത് മൂടി അതിങ്ങനെ വർദ്ധിച്ച് സകല മേഖലകളിലും ഈ അന്ധകാരം മൂടും. ഈ അന്ധകാരത്തിന്റെ പിശാച് അതൊരു പുതപ്പ് പോലെ ഈ ലോകത്തെ മുഴുവൻ മൂടും. and the deep കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. കൂരിരുട്ട് സാധാരണ ഒരു ഇരുട്ടല്ല, വളരെ ആഴം നിറഞ്ഞ ഇരുട്ട്. അത് cover ജാതികളെ മൂടുന്നു. cannot ജാതികൾക്ക് വളരെ സുബോധത്തോടെ ചിന്തിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അന്ത്യനാളുകൾ, നാശത്തിന്റെ സമയം, വളരെ ഭയമുള്ള നീചമായ hours of pleasure. ആനന്ദത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നവർ, ദ്രവ്യാവികൾ, അധാർമികത്വം നിറഞ്ഞവർ, ക്രൂരന്മാർ, ആഴമേറിയ ഇരുട്ട് അത് ജാതികളെ മൂടും. പക്ഷേ നിന്റെ മേലോ യഹോവ ഉദിക്കും. Not Lord will. യഹോവ ഉദിക്കുമെന്നല്ല പറയേണ്ടത്, യഹോവ നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ക്രിസ്തു വന്നപ്പോൾ അത് സംഭവിച്ചു. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. നിങ്ങൾ പ്രകാശിക്കുവാൻ തുടങ്ങുമ്പോൾ. അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്. നിങ്ങൾ പ്രകാശിക്കുമ്പോൾ ജാതികൾ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് ഓടി വരും. Did you understand? നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തീയ ജീവിതം, Permitting ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കുക. Jesus came to John the യേശു യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് വന്നപ്പോൾ, അയ്യോ നിന്നെ സ്നാനപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല. യോഹന്നാനെ, എന്റെ ശുശ്രൂഷ നീ ഉദ്ഘാടനം ചെയ്യണം, നീ എനിക്ക് അത് അനുവാദം തരണം. ദൈവം പറഞ്ഞു, allow me. എന്റെ ജനമെ അനുവദിക്കുക, എന്നെ അനുവദിക്കുക. I will shine. ഞാൻ നിങ്ങളോട് പ്രകാശിക്കാം. When I shine, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകാശിക്കുമ്പോൾ, when I become your ഞാൻ നിങ്ങളുടെ വെളിച്ചവും ജീവനുമാകുമ്പോൾ, രാജ്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. kings, രാജാക്കന്മാർ, national leader, രാജ്യത്തിന്റെ നേതാക്കന്മാർ to the bright നിങ്ങളുടെ ഉദ്ദേശോപയിലേക്ക് വരും. last അന്ത്യനാളുകൾ darkness will cover the earth. അന്ധകാരം ഭൂമിയെ മൂടും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Day by day, ദിവസങ്ങൾ കഴിയുന്തോറും അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് the light is shining. വെളിച്ചം പ്രകാശിക്കുന്നു. You will ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ അധികം ശോഭയോടെ പ്രകാശിക്കും. Proverbs 4:18. The path അത്സദൃശ്യവാക്യം 4:18 പറയുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരുന്നു. അത് അധികമായി ശോഭിച്ചു വരും. അതാണ് നിങ്ങളുടെ ജീവിതം. ഞാനത് ഏറ്റു പറയാറുണ്ട്. till the last day, I will ഞാൻ അവസാന ദിവസം വരെ അധികമായി പ്രകാശിക്കും. നിങ്ങളത് പറയുക. Can I ഞാൻ നിർത്തട്ടെ. but one ഒരു ഖണ്ഡിക കൂടെ വായിച്ചിട്ട് നിർത്താം. മത്തായി 4-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ. Now, when Jesus യോഹന്നാൻ തടവിൽ ആയി എന്ന് കേട്ടാറെ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി. so far അപ്പോൾ prophets ministered, പ്രവാചകന്മാർ ഇതുവരെ ശുശ്രൂഷിച്ചു, അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചു, priests, പുരോഹിതന്മാർ ശുശ്രൂഷിച്ചു, kings, രാജാക്കന്മാർ ശുശ്രൂഷിച്ചു,
the highest prophet John വലിയ പ്രവാചകനായ യോഹന്നാന്റെ ശുശ്രൂഷയും തീർന്നു. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചു. he departed to അവൻ ഗലീലയിലേക്ക് പോയി. എവിടെ നിന്നാ? നസറേത്തിൽ നിന്ന്. അടുത്ത വചനം, leaving Nazareth. നസറേത്ത് വിട്ട്. ഓ എൻ്റെ കർത്താവേ, I want to show ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാൻ എനിക്കുണ്ട്. Jesus in നിങ്ങളിലിരിക്കുന്ന യേശു can be his നിങ്ങൾക്ക് അവന്റെ ബെത്ലഹേമാകാം. അതിന്റെ അർത്ഥം അവൻ നിങ്ങളിൽ ജനിച്ചു, is a baby. നിങ്ങളുടെ ഉള്ളിൽ ശിശുവായിരിക്കുന്നു. When you നിങ്ങൾ വളരുമ്പോൾ you become Nazareth നിങ്ങൾ യേശുവിന്റെ നസ്രേത്തായി മാറുന്നു. is growing. അത് വളരുന്ന സ്ഥലം. The ministry comes ശുശ്രൂഷ വരുമ്പോൾ become നിങ്ങൾ ഗലീലയായി മാറും. യേശുവിന്റെ ഗലീല. leaving നസ്രേത്ത് വിട്ട്. അതിന്റെ അർത്ഥം now. ഇപ്പോൾ No more your baby ഇനി Jesus. ശിശുവായിരിക്കുന്ന യേശുവല്ല, No more your self-defensive Jesus. സ്വയമേ എതിർത്ത് നിൽക്കുന്ന യേശുവല്ല, The grown ഇപ്പോൾ വളർന്ന യേശു അവൻ എഴുന്നേൽക്കുന്നു. അപ്പോൾ ലോകം ഈ പ്രകാശം കൊണ്ട് നിറയും. നിങ്ങളുടെ സമയം നിങ്ങൾ ഒരുപാട് കാലം ശൈശവത്തിലായിരിക്കരുതേ. just I protect. ഓ ഞാൻ എന്നെ സംരക്ഷിക്കുന്നു, അങ്ങനെ ആയിരിക്കുന്നു. ആ സമയം കഴിഞ്ഞു. ഇപ്പോൾ എതിർക്കേണ്ട സമയം. നിങ്ങൾ പോകുക, നിങ്ങൾ പ്രകാശിക്കുക, നിങ്ങൾ ശാസിക്കുക, Cast out. പുറത്താക്കുക. Spirit of ruler of ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളെ അടിച്ചമർത്തി അതിന്റെ മേൽ കർത്തൃത്വം ചെലുത്തുക. Came and dwelt in Capernaum. നസ്രേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. and Naphtali. ശ്രദ്ധിച്ചാട്ടെ, Gentile ജാതികൾ, city. ജാതികളുടെ പട്ടണത്തിലേക്ക് അവൻ വന്നു. Not in നസ്രേത്തിലല്ല. your Nazareth. നിങ്ങളുടെ നസ്രേത്തിന്റെ സമയം കഴിഞ്ഞു. ഇപ്പോൾ Darkest country അന്ധകാരം നിറഞ്ഞ is your mission. രാജ്യമാണ് നിങ്ങളുടെ ദൗത്യമേഖല. അടുത്ത വചനം, That it might be fulfilled, which was spoken by യെശയ്യാ Isaiah the പ്രവാചകന്മാർ prophet, മുഖാന്തരം അരുളിച്ചത് saying, നിവർത്തിയാകുവാൻ "The land of Zebulun and the land of സെബൂലുന്റെയും Naphtali, by the way ദേശവും of the sea, നഫ്താലിയുടെ ദേശവും beyond the കടൽക്കരയിലും Jordan, യോർദാൻ Galilee അക്കരയിലുമുള്ള and Gentiles, നാടും the people ജാതികളുടെ who ഗലീലയും sat in darkness ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന Who sat living ജനം, in the dark. ആ ഇരുട്ടിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ജനം വലിയൊരു വെളിച്ചം കണ്ടു. When Christ begins to possess you, ക്രിസ്തു നിങ്ങളെ അവകാശമാക്കുവാൻ he rules തുടങ്ങുമ്പോൾ, your life. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഭരിക്കുമ്പോൾ, നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയൊരു വെളിച്ചമായി മാറും. ഇരുട്ടിലിരിക്കുന്നവർക്ക് നിങ്ങൾ ദൈവത്തിന്റെ വെളിച്ചമാകും. അവരെ സൗഖ്യമാക്കുവാൻ, Light of God to cast ഭൂതങ്ങളെ പുറത്താക്കുവാൻ നിങ്ങൾ ദൈവത്തിന്റെ വെളിച്ചമാകും. നിങ്ങൾ പ്രകാശിക്കും. ഈ ലോകം മികച്ചതായി തീരും. കാരണം നിങ്ങൾ അവിടെയുണ്ട്. have seen a great light. Then അവർ വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. in the region, അപ്പോൾ മരണത്തിന്റെ ദേശത്തിലും in the ആ shadow, നിഴലിലും ആയിരിക്കുന്നവർക്ക്, പ്രിയരെ, I don't know how to explain, എങ്ങനെയാ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടത് എനിക്കറിയില്ല. will become very മരണം common in the future. ഭാവിയിൽ സാധാരണമായി തീരും. Hundreds 100 ആയിരക്കണക്കിന് will die. ആളുകൾ മരിക്കും. Pestilence, മഹാമാരികൾ വരും. death will become മരണം സാധാരണ പോലെ ആയിത്തീരും. those who sit in the region. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിക്കും. ആമേൻ. When ക്രിസ്തു is the great, അവനാണ് ആ വലിയ പ്രകാശം. ക്രിസ്തു is the light dawn അവനാണ് ആ to those who sit. ഇരുട്ടിൽ ഇരിക്കുന്ന ആളുകളെ മേൽ ഉദിക്കുന്ന പ്രകാശം. ഭയം, ആശയക്കുഴപ്പങ്ങൾ, Poverty, ദാരിദ്ര്യം, natural calamities, പ്രകൃതിക്ഷോഭങ്ങൾ, real disease. ക്രൂരമായ രോഗങ്ങൾ, Such അങ്ങനെയുള്ള ആളുകൾ Christ wants to ക്രിസ്തു നിങ്ങളോട് പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു. be shining in your നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പ്രകാശിക്കുന്നു. life, give light. പ്രകാശം ഈ അന്ധകാര നിറഞ്ഞ ലോകത്തിലേക്ക് പ്രകാശിക്കുന്നതിന് വേണ്ടി അവൻ പ്രകാശിക്കുന്നു. Your prayer, എങ്ങനെ അത് ചെയ്യണം? നിങ്ങളുടെ fasting, പ്രാർത്ഥന, രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഉപവാസം, preaching, നിങ്ങളുടെ വചന പ്രഘോഷണം, your miracles,
നിങ്ങൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ, and the life that നിങ്ങൾ ജീവിക്കുന്ന ജീവിതം, is no longer അത് I. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു. Once I was ഞാൻ ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ ഞാൻ വെളിച്ചമായിരിക്കുന്നു, കർത്താവിലെ വെളിച്ചമായിരിക്കുന്നു. അതാണ് ഉത്തരം. Will you please? നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾ എവിടെയായിരുന്നു കൊള്ളട്ടെ, Will you accept നിങ്ങൾ this highest ഈ വലിയ ഉത്തരവാദിത്വത്തെ നിങ്ങൾ ഏറ്റെടുക്കുമോ? Will you accept നിങ്ങളത് സ്വീകരിക്കുമോ? the highest privilege ഏറ്റവും വലിയ ഈ അവകാശം, shining in this crooked ഈ വക്രത നിറഞ്ഞ darkness? ക്രൂരമായ കോട്ടമുള്ള ഈ ലോകത്തിൽ നിങ്ങൾ ഉദിക്കുമോ? Can make it വളരെ ദുഷ്ടത നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഈ ലോകത്തിൽ നന്നാക്കാൻ കഴിയുകയുള്ളൂ. you can bring ഈ അനുഗ്രഹം ഇല്ലാത്ത ലോകത്ത് അനുഗ്രഹം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. people will go ആളുകൾ പോകും, from bad അവർ നാശത്തിൽ നിന്ന് അതിഘോരമായ നാശത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അധികമായി പ്രകാശിക്കുവാൻ കഴിയുമോ? ഒരു കൂട്ടുവിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, എഴുന്നേൽക്കുക. from your നിങ്ങളുടെ നിരാശയിൽ നിന്ന്, rise up from your earth നിങ്ങളുടെ ലൗകികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ പ്രകാശിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ. നിങ്ങളുടെ പട്ടണത്തിൽ you are a city നിങ്ങൾ that is built മലമേൽ on the mountain. പണിയപ്പെട്ടിരിക്കുന്ന പട്ടണമാകുന്നു. നിങ്ങൾ മറഞ്ഞിരിക്കരുതേ. നിങ്ങൾ Not only for ഈ ഉപ്പാകുന്നു. നിങ്ങളുടെ കുടുംബത്തിന്, സുഹൃത്തുക്കൾക്ക് മാത്രമല്ല, ഈ ലോകത്തിന്റെ ഉപ്പാകുന്നു. if the salt ഉപ്പ് രസമില്ലാതെ പോയാൽ what is the flavor എന്തിനൊന്നുകൊണ്ട് of the salt? അതിന് രുചി വരുത്താം. ആ രസം എന്താണ്? ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു ജീവിച്ചാൽ The tasty നിങ്ങൾ വളരെ രുചിയുള്ള ഉപ്പായിത്തീരും. when you live without conscious ക്രിസ്തുവുള്ള ബോധ്യത്തോടെ നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ thrown out, നിങ്ങൾ വലിച്ചെറിയപ്പെടും, നിങ്ങൾ ചവിട്ടി അറിയപ്പെടും. പിശാച് എഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. let Christ നിങ്ങളിരിക്കുന്ന ക്രിസ്തു എഴുന്നേൽക്കട്ടെ. let Christ നിങ്ങളിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കട്ടെ. നിങ്ങൾ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ വെളിച്ചം നിങ്ങളാകുന്നു. നിങ്ങളുടെ ഓഫീസിലെ വെളിച്ചം നിങ്ങളാകുന്നു. നിങ്ങളുടെ പട്ടണത്തിന്റെ വെളിച്ചം നിങ്ങളാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രകാശിക്കുക. ദൈവം നിങ്ങളെ അധികമായി പ്രകാശിക്കാൻ സഹായിക്കട്ടെ. ഒരു ദേവദാസന നിലയിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ പ്രകാശിക്കുവാനുള്ള ഭാരം നിങ്ങളിൽ എഴുന്നേൽക്കുവാൻ ഞാൻ പകരുന്നു. എല്ലാ ഇരുട്ടിന്റെ പ്രവർത്തികളും, എല്ലാ അന്ധകാരത്തിന്റെ ഇരുട്ടുകളും ഞാൻ ആ ശക്തിയെ മുറിക്കുന്നു. ദൈവം നിങ്ങളുടെ മനസ്സിനെ, ഹൃദയദൃഷ്ടിയും പ്രകാശിപ്പിക്കട്ടെ. നിങ്ങളെ ഉദിപ്പിക്കട്ടെ, നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരട്ടെ. അനുഗ്രഹിക്കുന്നു. എഴുന്നേൽക്കുക, പ്രകാശിക്കുക. നിങ്ങളുടെ വെളിച്ചം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേൽക്കുക, ധൈര്യത്തോടെ പോകുക. നിങ്ങളുടെ വെളിച്ചം സകലത്തെയും നിയന്ത്രിക്കും. എല്ലാ അന്ധകാരത്തെയും അത് കരുതിക്കൊള്ളും. ഇരുട്ടിനെ ഭയപ്പെടേണ്ട, ആനന്ദിക്കുക. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു.